അപ്പോൾ നമുക്ക് ഇന്ന് എല്ലാവരും ഒക്കെ ഒന്ന് റെസ്പോണ്ട് ചെയ്യണം. ക്വിക്ക് റെസ്പോണ്ടന്റുമാര് എടുത്തില്ല സാറ്. എടുത്തില്ല. ആരെങ്കിലും തയ്യാറാണോ? അതെ, എല്ലാവരും റെസ്പോണ്ട് ചെയ്യോ? അപ്പൊ ആരെങ്കിലും രണ്ടുപേര് സ്വയം സന്നദ്ധരാവണം. ശാന്തമ്മ മേഡം രണ്ടുപേരെ സെലക്ട് ചെയ്യൂ. ഓക്കെ സാർ. നമ്മുടെ ത്രിദീപ് സാറ് ക്വിക്ക് റെസ്പോണ്ടന്റ് ആയിട്ടുണ്ടോ? 2 തവണയായി. കഴിഞ്ഞ തവണ 2 തവണയായി അല്ലേ? ഇപ്പൊ മറ്റേ രേഖ സാറേ കുഴപ്പമില്ല. ഇനിയിപ്പോ നമുക്ക് അതിന് വേണ്ടി സമയം കളയണ്ട. മുന്നോട്ട് വരുന്നവര് തന്നെ വന്ന് ആയിക്കോട്ടെ. രേഖ സാറ് വേറെ ആരെങ്കിലും ഒരാൾ കൂടി ഒന്ന് പറയാമോ? ഓക്കെ സാറേ, രേഖ സാറുണ്ടല്ലോ, നമുക്ക് തുടങ്ങാം. മറ്റുള്ളവരെ റെസ്പോണ്ട് ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. നമ്മള് കുറച്ച് ദിവസത്തെ ഗ്യാപ്പിന് ശേഷം വീണ്ടും കണ്ടുമുട്ടുന്നു. അപ്പൊ ഇന്ന് നമ്മള് പ്രധാനമായിട്ട് നോക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, മെറ്റ എ ഐ. നമ്മളൊരു വാട്സാപ്പിലുള്ള നീലറിങ്ങ, വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും നമുക്കത് ഉപയോഗിക്കാം. meta.ai എന്നുള്ള വെബ്സൈറ്റിലൂടെയും മെറ്റ ഉപയോഗിക്കാം. മെറ്റ അനുദിനം ഇങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ ആദ്യത്തെ ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ മെറ്റയില് ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു. ഇമേജുകളൊന്നും എഡിറ്റ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊക്കെയുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല, ഫയൽ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല ഒക്കെ ആയിരുന്നു. അതെല്ലാം ഇങ്ങനെ കുറേശ്ശെ മാറി. എല്ലാം ഇങ്ങനെ മത്സര ബുദ്ധിയോടുകൂടി ഓരോ സാധനങ്ങൾ ഇങ്ങനെ അവരുടെ AI ടൂളുകളിൽ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മെറ്റയില് ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് അത് വാട്സാപ്പിലൂടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നു എന്നുള്ളത് തന്നെയാണ്. വളരെ വേഗത്തിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. ഇമേജുകൾ എഡിറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് വളരെ വേഗത്തിൽ ചെയ്യണം. സാധാരണ രീതിയിൽ ഗംഭീരമായി ഇമേജുകൾ എഡിറ്റ് ചെയ്യണമെങ്കിൽ AI ടൂളിനകത്ത് പോയി ലോഗിൻ ചെയ്ത് പ്രോംപ്റ്റുകൾ കൊടുത്ത് അങ്ങനെ ഒരുപാട് പ്രൊസീജിയറുകളുണ്ട്. ഇവിടെ അതൊന്നുമില്ല, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഈ മെറ്റയിലെ ഒരു ഇമേജ് ജനറേഷനും ഇമേജ് എഡിറ്റ് ചെയ്യുന്നതിന് പറ്റുന്ന ചില ഇവിടെ നമ്മളുള്ള ഇമേജിന്റെ ചെയ്യാൻ പറ്റുന്ന പല സവിശേഷമായ കാര്യങ്ങളും മറ്റു പല ഇമേജ് ടൂളുകളിലും ഇല്ല. മറ്റു പല ഇമേജ് ടൂളുകളിലും ലഭ്യമായ പലതും മെറ്റയിലും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഈ ടൂളുകൾ തിരഞ്ഞെടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ മെറ്റയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. മെറ്റ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, നമുക്ക് വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഒക്കെ മെറ്റയുടേതാണ്. ആ മെറ്റയുടേതാണ് ഈ നിർമ്മിത ബുദ്ധി. മെറ്റ meta.ai. അങ്ങനെ നമുക്ക് വെബ് ബ്രൗസർ ഉപയോഗിച്ച് മെറ്റ AI പോവാം. ആ നീലറിങ്ങിലും പോവാം. അപ്പൊ ഞാനിപ്പോ മെറ്റ AI ഇവിടെ ഓപ്പൺ ചെയ്യുകയാണ്. ഇതാ മെറ്റയുടെ ഹോം പേജാണ്. ഇതാണ് അതിൻ്റെ ചാറ്റ് ബോട്ട്. ഇവിടെ പ്ലസ് മാർക്കുണ്ട്. ഇതാ ഇവിടെ ക്യാൻവാസ് ഉണ്ട്. ക്യാൻവാസിനെ കുറിച്ച് നമ്മൾ നേരത്തെ ജെമിനിയിൽ പറഞ്ഞ് അതിന് സമാനമാണ് ഇവിടുത്തെ ക്യാൻവാസ്. ഇമേജ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വേണ്ടിയിട്ടുള്ള ഒരു ടാബ് കൂടെ ഇവിടെയുണ്ട്. അപ്പൊ ഇമേജ് നമ്മൾ ജനറേറ്റ് ചെയ്തു. നേരത്തെ മെറ്റയിൽ നമ്മൾ 2-3 പ്രാവശ്യം ഇമേജ് ഒക്കെ ജനറേറ്റ് ചെയ്തിരുന്നു. അതുകൊണ്ട് നമ്മൾ ആ ഇമേജ് ജനറേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് നോക്കുന്നില്ല. ഇത് നമുക്ക് ഇമേജുകൾ നമുക്ക് എങ്ങനെ ഇതിനകത്ത് എഡിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇമേജ് എഡിറ്റ് ചെയ്യുക വളരെ ഫോട്ടോയൊക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്.
അപ്പൊ ഇമേജ് എഡിറ്റ് ചെയ്യാൻ നമ്മൾ എന്താ ഇമേജിനെ അപ്ലോഡ് ചെയ്യുക ആണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇമേജ് എന്ന് പറയുന്ന JPG ഫയലുകളായിട്ടായിരിക്കും. അതുപോലെ തന്നെ മറ്റ് ഫയലുകളും നമുക്ക് അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് ചെയ്തിട്ട് അതിനെ നമുക്ക് വിശകലനം ചെയ്യാം. അപ്പോൾ അത് അങ്ങനെ ഇമേജും മറ്റ് ഫയലുകളും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടി പ്ലസ് മാർക്ക് കൊടുക്കുന്നു. അപ്പൊ അവിടെ കാണുന്നു അല്ലെ, അപ്ലോഡ് ഫയൽ ഓർ ഇമേജ്. ഇവിടെ വീഡിയോയും നമുക്ക് അപ്ലോഡ് ചെയ്യാം. മറ്റ് AI ടൂളിന് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല, ഇതുപോലുള്ള AI ടൂളുകൾ. അപ്പോൾ അപ്ലോഡ് ഫയൽ ഓർ ഇമേജ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഞാൻ നമ്മുടെ ഒരു ഇമേജ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നു. ഇവിടെ നമ്മുടെ ഒരു ഇമേജ് നമ്മുടെ ക്ലാസ്സിൽ ഉള്ള ഒരാളുടെ ഇമേജ് ആണ് അപ്ലോഡ് ചെയ്യുന്നത്. ഇമേജ് കണ്ടോ? ആളുടെ മനസ്സിലായോ? അതോ ഈ ഇരിക്കുന്ന അജീഷ്യം, അദ്ദേഹത്തിന്റെ പടമാണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പോ അദ്ദേഹം കണ്ണാടി വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കണ്ണട ഒഴിവാക്കി ഇട്ട് ഇമേജിൽ നിന്ന് അദ്ദേഹത്തിന്റെ കണ്ണട ഒഴിവാക്കണം. ആ കണ്ണട ഒന്ന് മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇമേജ് അപ്ലോഡ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് കണ്ണാടി എന്നൊക്കെ പറഞ്ഞപ്പോ നമ്മൾ ഈ പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. കണ്ണാടി എന്ന് പറയുമ്പോൾ മിറർ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പൊ കണ്ണട ഈ ചിത്രത്തിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ചിത്രത്തിലെ കണ്ണട ഒഴിവാക്കി ഇമേജ് ജനറേറ്റ് ചെയ്ത് തരിക എന്നൊരു പ്രോംപ്റ്റ് ആയിരിക്കും ഇവിടെ കൊടുക്കേണ്ടത്. അപ്പൊ നമ്മൾ ആ പ്രോംപ്റ്റ് നമുക്കിവിടെ മെറ്റയ്ക്ക് മലയാളം അത്ര പിടിപാടില്ല, മലയാളം പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ആരുടെ സഹായം തേടും? ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ പോയി നമ്മൾ എന്ത് ചെയ്യും? പ്രോംപ്റ്റ് തയ്യാറാക്കും. ഓക്കെ. അറ്റാച്ച് ചെയ്തിരിക്കുന്ന ചിത്രത്തിൽ കണ്ണട ഒഴിവാക്കി ഇമേജ് തയ്യാറാക്കി തരിക. അപ്പൊ പ്ലീസ് പ്രിപ്പയർ ദ ഇമേജ് വിത്തൗട്ട് ദ ഗ്ലാസ് ഇൻ ദ അറ്റാച്ച്ഡ് പിക്ചർ എന്നാണ് വന്നത്. അത് നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ക്ലോസ് ചെക്ക് ചെയ്ത് നോക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ആ പ്രോംപ്റ്റ് നമ്മൾ ഇവിടെ നിങ്ങളിപ്പോ കാണുന്ന ചിത്രത്തില് ആ കണ്ണടയൊന്നും കാണാൻ പറ്റില്ല, ഒരു ചെറിയ ഇമേജ് ആണ്. നമ്മളിവിടെ പ്രോംപ്റ്റ് കൊടുക്കുന്നു. പ്രോംപ്റ്റ് കൊടുത്തിട്ട് ഇത് നീല ആ ബട്ടൺ കൊടുക്കുന്നു അല്ലെ, ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. വെറ്റി ഇദ്ദേഹത്തിന്റെ കണ്ണട അത് ഇമേജ് അദ്ദേഹത്തിന്റെ കണ്ണട ഇല്ലല്ലോ. നേരത്തെ നിങ്ങളുടെ പിക്ചറിലെ കണ്ണട ഉണ്ടായിരുന്നല്ലോ. കണ്ണട ഇല്ല അല്ലേ? അപ്പോ ഈ കണ്ണട ഇല്ല. അദ്ദേഹത്തിന് ഈ നീല ഷർട്ട് ഒട്ടും യോജിക്കുന്നില്ല. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള നിറം എന്താ? സാറിന് ഇഷ്ടമുള്ള നിറം എന്താ അജീഷ് സാർ? അതാണ് നീലയാണോ ഇഷ്ടം? നമുക്കൊന്ന് ചോപ്പിക്കാം, ഒരു ചോപ്പോ ചോപ്പ് കൊടുക്കാം. എടുത്ത് കഴിഞ്ഞാൽ ഗ്ലാമർ കൂടുമോ ഇല്ലേന്ന് അറിയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അപ്പൊ നമുക്കൊരു
ഡ്രസ്സ് അതല്ല, ഇനി ഷർട്ട് മാറ്റിയിട്ട് സാരി ഉടുത്ത ചിത്രം തയ്യാറാക്കി തരാൻ പറഞ്ഞ് സാരി ഉടുത്ത ചിത്രം തയ്യാറാക്കി തരും. പക്ഷെ അദ്ദേഹത്തിന് അത് ഒരു എന്താണ്, അതൊരു ശരിയായ രീതി അല്ലാത്തതുകൊണ്ട് അങ്ങനെ ശ്രമിക്കുന്നില്ല. ഉടുപ്പിനെ നമുക്ക് ചുവപ്പ് കളറിലെ ഉടുപ്പാക്കി മാറ്റാൻ പറ്റുമെന്നുള്ള കാര്യം നോക്കാം. അപ്പൊ അതിനെന്താ, നമ്മൾ ഈ ചിത്രം അപ്ലോഡ് ചെയ്യുന്നു. ഹലോ, അപ്പോ നമ്മൾ വീണ്ടും ഒരു ന്യൂ അദ്ദേഹത്തിന്റെ ചിത്രം തന്നെ നമുക്ക് എടുക്കാം. എന്നിട്ട് നമ്മൾ പ്രോംപ്റ്റ് കൊടുക്കാം. ഇങ്ങനെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ചിത്രത്തിൽ നീല ഷർട്ടിന് പകരം നിറം ചുവപ്പ് ആക്കി തരിക. വളരെ സിമ്പിളായ ഒരു പ്രോംപ്റ്റ് ആണ്, വളരെ ലളിതമായി. നമ്മൾ ചിത്രം വീണ്ടും അപ്ലോഡ് ചെയ്യുന്നു. ആയില്ലേ? ആയോ? രീതിയിൽ ഇതെല്ലാം ഇന്ന് തന്നെ നിങ്ങളുടെ വാട്സാപ്പിൽ പോയി നിങ്ങളുടെ ലൈവായിട്ട് ഫോട്ടോ എടുത്ത് ചെയ്യാം. സാറ് നന്നായിട്ട് തിളങ്ങുന്നുണ്ട് സാറേ. അതെ അതെ അതെ. ഇപ്പൊ കണ്ണാടി ഉണ്ട്. നേരത്തെ ചിത്രത്തിൽ കണ്ണാടി ഇല്ലായിരുന്നു അല്ലെ? കണ്ണാടി എടുത്ത് മാറ്റാൻ പറഞ്ഞു. ഇനി ഇദ്ദേഹത്തിന് നമുക്ക് മീശ വെച്ച് കൊടുത്താലോ? അത് നിങ്ങൾ ചെയ്തു നോക്കുക. ഓക്കെ, മീശ നല്ല കറുത്ത മീശ അല്ലെങ്കിൽ കൊമ്പം മീശ വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതോടെ വെച്ച് തരും. ഓക്കെ, അപ്പൊ മീശ വെക്കണമോ വേണ്ടയോ എന്ന് നമ്മൾ അജീഷ് സാർ തീരുമാനിക്കുന്നതിന് മുമ്പ് അങ്ങനെ ഒരു രീതിയിലൊന്ന് ചെയ്തു നോക്കാം. ഓക്കെ, അപ്പൊ അദ്ദേഹം ഇതുവരെ വിചാരിച്ചു വെച്ചിരുന്നത് അദ്ദേഹത്തിന് നീല ഡ്രസ് ഇടുമ്പോഴാണ് ഗ്ലാമർ കൂടുന്നതെന്നാ. ഇപ്പൊ ആ ഗ്ലാമർ ഇരട്ടിച്ചില്ലേ ചുവപ്പാക്കിയപ്പോ? ഇരട്ടിച്ചു. അപ്പോ ഇതാ നമ്മുടെ ക്ലാസ്സില് ഒരു വന്ധ്യ വയോധികയായ ഒരു ടീച്ചറുണ്ട്, സായി പോയി. അപ്പൊ മുടിയൊക്കെ നരച്ചിരിക്കുകയാണ്. അപ്പൊ അവരുടെ മുടിയെ ഒന്ന് കറുപ്പിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതും കൂടെ ഒന്ന് നോക്കിയിട്ട് നിർത്തിയാലോ? ആയിക്കോട്ടെ സാർ, ആയിക്കോട്ടെ. അതെ അതെ, ഓക്കെ. അങ്ങനെ ഡൈ ചെയ്ത് വെറുതെ മെനക്കെടുണ്ടല്ലോ. അതെ അതെ. അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഫോട്ടോയില് നരച്ച മുടി മാറ്റി നല്ല കറുത്ത മുടി ആക്കി തരിക. നെറ്റിയിൽ ഒരു ചുവന്ന പൊട്ടും വെക്കുക. ഓക്കെ, അപ്പൊ നമ്മളെ പ്രോംപ്റ്റ് എടുക്കുന്നു. മറ്റേ AI അപ്ലോഡ് ഇമേജില് നമ്മൾ പടം അപ്ലോഡ് ചെയ്തു. അപ്പൊ വന്ധ്യവൈദ്യയായ ടീച്ചർ അവിടെ വന്നു. നമ്മൾ പ്രോംപ്റ്റ് കൊടുത്തു. മുടി നരച്ച മുടി തന്നെയല്ലോ? നരച്ച മുടി. നമുക്ക് നോക്കാം. പൊട്ടില്ല. നരച്ച മുടി മാറി കറുത്ത മുടിയായില്ലേ? അത് കലക്കി. അതെ, അപ്പൊ ഇത് ഞാൻ കലക്കുന്നതല്ല, നിങ്ങളെല്ലാം കലക്കണം. നിങ്ങളെല്ലാവരും ഇത് നോക്കണം എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം. ഓക്കെ, ഈ ടീച്ചർ എന്നെക്കാളും ഒരുപാട് വയസ്സ് പ്രായം കുറഞ്ഞ ടീച്ചറാണ് കേട്ടാ. ചുമ്മാ വന്ധ്യവയോധിക എന്നൊക്കെ പറഞ്ഞ്. ഓക്കെ, അപ്പോ മെറ്റ AIയില്
നമുക്ക് ഇമേജുകൾ അപ്ലോഡ് ചെയ്ത് എഡിറ്റ് ചെയ്യാം. ഇത് മാത്രമല്ല, ഇപ്പൊ നമ്മൾ ബർത്ത്ഡേ, കഴിഞ്ഞ പ്രാവശ്യം ബർത്ത്ഡേ മെറ്റായിൽ വെച്ചിട്ട് ബർത്ത്ഡേ കാർഡൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പോൾ പലരും ചോദിച്ചു നമുക്ക് അതിനകത്ത് ഫോട്ടോ കൂടെ വെക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു, അല്ലെ? പല ക്ലാസ്സുകളിലും ചോദിച്ചിരുന്നു. അന്നൊന്നും ഫോട്ടോ വെക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പൊ നമുക്ക് ഫോട്ടോ വെക്കാം, ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ട് ബർത്ത്ഡേ കാർഡൊക്കെ ഉണ്ടാക്കാം. അങ്ങനെ നമ്മൾ ഇപ്പൊ നമുക്കൊരു ബർത്ത്ഡേ കാർഡ് ആണെങ്കിൽ അയാളുടെ ഫോട്ടോ കൂടെ അപ്ലോഡ് ചെയ്ത് വെച്ച് ബർത്ത്ഡേ കാർഡ് ഉണ്ടാക്കി നിങ്ങൾക്ക് വാട്സാപ്പിലൂടെ ഒക്കെ ചെയ്ത് കൊടുക്കാം. വാട്സാപ്പിലോ ഫേസ്ബുക്കിലോ കയറി അവരൊരു ഫോട്ടോ ഡൗൺലോഡ് ചെയ്യുന്നു, എങ്ങനെയാ ഒരു ബർത്ത്ഡേ കാർഡ് എന്നുള്ളത് നിങ്ങൾ പറയുന്നു, ആ പറഞ്ഞതിനെ പ്രോംപ്റ്റ് എടുക്കുന്നു, ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നു, നമുക്കൊരു ബർത്ത്ഡേ കാർഡ് ഉണ്ടാക്കാം, ഒരാളുടെ ബർത്ത്ഡേ. ആ ബർത്ത്ഡേ കാർഡിൽ എന്തൊക്കെ വേണമെന്നുള്ളത് വേണമെങ്കിൽ പെട്ടെന്നൊന്ന് പറഞ്ഞാൽ നമുക്ക് അതനുസരിച്ച് ചെയ്യാം. വേഗം പറയണം. നമുക്ക് ബലൂൺ വേണം, ഒരു പൂച്ചെണ്ട് വേണം, കേക്ക് വേണം, ഒരു കേക്ക് വേണം. ഓക്കെ, അത്ര മതി സർ. കൺജസ്റ്റഡ്. അപ്ലോഡ് ചെയ്തിരിക്കുന്ന ചിത്രത്തെ മധ്യഭാഗത്ത് വെച്ച് ഈ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ചിത്രം നടുക്ക് വരണം. ചുറ്റിലും വർണ്ണക്കടലാസുകൾ കൊണ്ടുള്ള തോരണം. ഒരു വശത്തായി അലങ്കരിച്ച ബർത്ത്ഡേ കാർഡ്. കാർഡിൽ അദ്ദേഹത്തിന്റെ പേരാരെങ്കിലും പറയാമോ? പേര് രാകേഷ്. പേര് രാകേഷ്. മെഴുകുതിരി വേണം. പിന്നെ ചുറ്റിലും ബലൂണുകളും വേണം. ഒരു ബർത്ത്ഡേ കാർഡ് തയ്യാറാക്കി തരിക. പിറന്നാളെന്ന് പറയണ്ടേ? പിറന്നാളെന്ന് പറയണ്ടേ? അത് വിട്ടുപോയി. അത് ഇനി ചെയ്യുമ്പോൾ വെച്ചോണ്ടാ മതി. അതിപ്പോ നമുക്ക് നോക്കാം. ബർത്ത്ഡേ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ചിത്രം നടുക്ക് വരണം. ചുറ്റിലും വർണ്ണക്കടലാസുകൾ തോരണം. ഒരു വശത്തായി അലങ്കരിച്ച ഒരു വശത്തായി ബർത്ത്ഡേ കേക്ക്. അലങ്കരിച്ച ബർത്ത്ഡേ കേക്ക്. രാകേഷ് എന്ന പേര്. എന്നെഴുതണം. മെഴുകുതിരി വേണം, ബലൂണുകളും വേണം. ഒരു ബർത്ത്ഡേ കാർഡ് തയ്യാറാക്കി തരിക. ഒരു ബർത്ത്ഡേ കാർഡ് തയ്യാറാക്കി തരിക. ആരുടെയൊക്കെ മൈക്ക് ഓൺ ആണ്, അതൊന്ന് ഓഫ് ചെയ്താൽ കൊള്ളാമായിരുന്നു. അപ്പോ നമുക്കത് നോക്കാം. നമ്മൾ രാകേഷിന്റെ പടം അല്ല അപ്ലോഡ് ചെയ്യുന്ന, വേറൊരാളുടെ പടമാണ്. അപ്പോ അപ്ലോഡ് ഇമേജ് നമ്മുടെ ക്ലാസ്സിലുള്ള തന്നെ ഒരാളുടെ പടമാണ് നാം കൊടുക്കുന്നത്. പേസ്റ്റ്.
നമ്മള് ആ പ്രോംപ്റ്റിന്റെ ഒരു പ്രശ്നം കൊണ്ട് നമ്മൾ അത്രയും ഗംഭീരമായി വന്നില്ല. രാകേഷ് എന്നൊക്കെ വരുന്നുണ്ട്, ബർത്ത്ഡേ കാർഡ്, ബർത്ത്ഡേ കേക്ക് ഉണ്ട്, ഇതുണ്ട്, ഈ സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിനകത്ത് അത്രയും ക്ലിയർ അല്ല. നമ്മൾ ആ പ്രോംപ്റ്റിന്റെ കുഴപ്പം കൊണ്ടാണ്. ഓക്കെ, ഇദ്ദേഹം ഉണ്ടോ? ഈ ആളുണ്ടോ നമ്മുടെ ക്ലാസ്സില്? ഈ ചിത്രത്തിലുള്ള ഉണ്ടോ? അപ്പൊ നമുക്ക് ബർത്ത്ഡേ കാർഡ് ഉണ്ടാക്കാം. ഇത് ബർത്ത്ഡേ കാർഡ് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള, നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണം. ആദ്യം ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ട് കൊടുത്തെങ്കിൽ മാത്രമേ ആ കാർഡ് വരുള്ളൂ. നമുക്കിപ്പോ സമയപരിമിതി കൊണ്ട് ഞാനത് ചെയ്തില്ല എങ്കിൽ മാത്രമേ ആ ഒരു എഫക്റ്റിൽ നമുക്ക് കാർഡ് റിമൂവ് ചെയ്യാൻ തയ്യാറാക്കാൻ പറ്റുള്ളൂ. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനുള്ള ആപ്ലിക്കേഷനൊക്കെ നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കും. ഓക്കെ, നോക്കിയിട്ടില്ലല്ലോ അതൊന്നും? ഇല്ല. ഗൂഗിളിൽ അത് നമ്മൾ പിന്നെ പഠിക്കും. അത് നമ്മൾ ഇമേജ് എഡിറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് വരുന്ന ദിവസങ്ങളിൽ അതൊക്കെ വളരെ സിമ്പിൾ കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോ നമ്മളിപ്പോ നോക്കുന്നത് ഇമേജ് മെറ്റയില് ഇമേജ് എഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് അനിമേഷൻ, ഈ പറയുന്ന എഡിറ്റ് ചെയ്ത ഇമേജുകളെ നമ്മളിപ്പോ ഈ ഇമേജുകളെ നമുക്ക് വേണമെങ്കിൽ അനിമേറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോ ഈ ഇമേജ് നമുക്ക് വേറൊരു ഇമേജ് ഉണ്ടാക്കിയിട്ട് നമുക്ക് അനിമേറ്റ് ചെയ്യാം. നമുക്ക് ഇപ്പോ വേറൊരു അടുത്തൊരു ടൂളിലേക്ക് പോകണമെന്നുള്ളത് കൊണ്ട് അനിമേഷൻ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാമല്ലോ. ഇതെല്ലാം നിങ്ങൾ നോക്കുമല്ലോ? നോക്കാം സാർ, നോക്കും. ഓക്കെ, സിമ്പിൾ സാധനമാണ്. ഈ ആൾക്കാരെ പടം അനിമേറ്റ് ചെയ്യുന്നത് മാത്രമല്ല, ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു ബാനറൊക്കെ തയ്യാറാക്കാം, പേരൊക്കെ കൊടുക്കാം, ഇങ്ങനെയൊക്കെ പല കാര്യങ്ങൾ ചെയ്യാം. നമ്മൾ ട്രെയിലറിലൂടെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള, അല്ലാതെ ഞാൻ ഇന്ന് പറഞ്ഞതുപോലെ ഉടുപ്പ് മാറ്റുക, ഡ്രസ്സ് ചേഞ്ച് ചെയ്യുക, കണ്ണാടി മാറ്റുക, അതൊന്നുമല്ല. ക്രിയേറ്റീവ് ആയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുക. നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള, നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ ഒരു ലേബൽ തയ്യാറാക്കുക, ഇങ്ങനെ എന്ത് വേണമെങ്കിലും ഇതിനകത്ത് നമുക്ക് പരീക്ഷിച്ച് നോക്കാം. പരീക്ഷിച്ച് നോക്കുമ്പോൾ ഇത് പരീക്ഷിച്ച് നോക്കണം. നോക്കുമ്പോൾ അതിനകത്ത് സാധ്യമല്ലാത്ത ചില കാര്യങ്ങൾ വരണം. അങ്ങനെ സാധ്യമല്ല, ഇതിന് പറ്റാത്ത കാര്യങ്ങൾ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. ഐഡന്റിഫൈ ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ അടുത്ത ഘട്ടത്തിൽ പോകുമ്പോൾ അവിടെ ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇവിടെ നടക്കാത്ത കാര്യങ്ങൾ അവിടെ നമുക്ക് ചെയ്ത് കിട്ടുമ്പോഴാണ് നമ്മൾ പുതിയ കുറെ കാര്യങ്ങൾ ലേൺ ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായി സാറേ, മനസ്സിലായി. ആ ലേണിംഗ് ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഉയർന്നു വരണം. ഓക്കെ, അപ്പൊ ഞാൻ ഇപ്പൊ മെറ്റ തൽക്കാലം ഒന്ന് നിർത്തുന്നു. ഇതിനകത്ത് ഇമേജുകൾ, ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ കൂടെ ഉണ്ട്. ഒന്ന്, നമുക്ക് ഇതിനകത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യാം. വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അത് ചില രീതിയിലൊക്കെ അതിനകത്ത് മാറ്റമൊക്കെ വരുത്താം. അതെങ്ങനെയാണെന്ന് കൂടെ നോക്കാം. അതുപോലെ തന്നെ നമ്മളെ നമ്മൾ തയ്യാറാക്കിയ ഇമേജുകളെ അനിമേറ്റ് ചെയ്യാം, ഒരു ചലച്ചിത്രം പോലെ ആക്കാനും പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ തൽക്കാലം മെറ്റ എന്ന ഒഴിവാവുന്നു. നമ്മൾ ഡീപ് സീക്കിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. ഡീപ് സീക്ക് ഒരു AI ടൂൾ ആണ്. ഡീപ് സീക്ക് നമ്മളെ പഴയ ക്ലാസ്സുകൾക്കൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നു. ആദ്യത്തെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഡീപ് സീക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. ഡീപ് സീക്ക് വന്നതാണ്. ഡീപ് സീക്കിന്റെ വരവോടുകൂടിയാണ്. സാറേ, രേഖ സാർ ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്ത് വെക്കോ. ഓക്കെ, ഡീപ് സീക്കിന്റെ വരവോടുകൂടിയാണ് നമ്മുടെ മറ്റ് AI, ChatGPT, ജെമിനി ഒക്കെ കൂടുതൽ വേഗത്തിൽ അതിൽ കൂടുതൽ ഫീച്ചേഴ്സുകൾ വരാനും അവർ കൂടുതൽ സൗജന്യങ്ങൾ നമുക്ക് തരാനും തുടങ്ങിയത്. കൃത്യമായിട്ട് ഒരു ദിവസം 3 കാര്യങ്ങൾ മാത്രമേ ChatGPT ജനറേറ്റ് ചെയ്യാൻ അനുവദിച്ചിരുന്നുള്ളൂ. ഡീപ് സീക്ക് വന്നതോടുകൂടി അതിൻ്റെയൊക്കെ ഇതൊക്കെ മാറി കുറെ ഫ്ലെക്സിബിൾ ആയി. കുറെ സംവിധാനങ്ങൾ അവർ ഫ്രീ ടൂളുകളിൽ ഉൾപ്പെടുത്തി. അങ്ങനെ ഒരുപാട് ഗുണം ഈ ഡീപ് സീക്കിന്റെ വരവോടുകൂടി അതിന്റെ ഒരു മത്സരത്തിൽ വന്നു. അപ്പൊ ചൈന ഇപ്പോ മറ്റൊരു സാധനം പുറത്തിറക്കിയിരിക്കുന്നു, ഒരു പുതിയ AI. ആ AI കുറിച്ച് ഇതുവരെയും മാധ്യമങ്ങളിലോ സോഷ്യൽ മീഡിയയിലോ ഒന്നും ഞാൻ കണ്ടില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിരുന്നോ? പുതിയൊരു AI ടൂളിനെ കുറിച്ച്. ChatGPT പോലെ, ജെമിനി പോലെ ഒരു പുതിയ AI ടൂള് ജെമിനി ഇറക്കി, ചൈന ഇറക്കി.
ഇല്ല, അറിഞ്ഞില്ല. അറിഞ്ഞില്ല. അത് പിന്നെ എനിക്ക് തോന്നുന്നു നമ്മളെ പത്രമാധ്യമങ്ങളിലോ സോഷ്യൽ മീഡിയയിലോ ഒന്നും ഞാനും ഇതുവരെയും കണ്ടിരുന്നില്ല. അപ്പോ അത് ഒരു ഭീകരൻ സാധനം, അതിഗംഭീരനായ. ഇതുവരെ എനിക്ക് തോന്നുന്നത് ജെമിനിയിലെയും ChatGPT-4 അതിന്റെ പെയ്ഡ് അപ്ഗ്രേഡഡ് വെർഷനിൽ കിട്ടാത്തതിനേക്കാളും ഗംഭീരമായ പല കാര്യങ്ങളും ഈ ചൈന ഈ പുതിയ AI ടൂളിൽ കിട്ടും. ഫ്രീ ആണ്, ഡീപ് സീക്കിനെക്കാളും ഫ്രീ ആണിത്. അതിന്റെ പേര് ചാറ്റ്, ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, chat.z, വെറും ഒരു z അക്ഷരം, z.ai, chat.zai, ഒരൊറ്റ അക്ഷരം മാത്രം. ആ പേര് ഒരൊറ്റ അക്ഷരത്തിലുള്ള പേരാ, z എന്നുള്ളത് മാത്രം, z മാത്രമാണ്. chat.z.ai, ഇത് ഫ്രീ വെർഷൻ ആണോ? ഇത് ഫ്രീയാ, ഫ്രീ വെർഷൻ ഒന്നുമല്ല, ഇത് ഫുൾ ഫ്രീ ആണ്, പെയ്ഡ് ഒന്നും ഇല്ല ഇതിന്. ഓക്കെ, ഡീപ്സീക്കിന് പെയ്ഡ് ഉണ്ട്, പെയ്ഡ് വെർഷനിലേക്ക് പോകാൻ പറ്റും. ഇത് പെയ്ഡ് വെർഷനേ ഇല്ല. ചിലപ്പോ സമീപ ദിവസങ്ങളിൽ, ചിലപ്പോൾ നാളെ പെയ്ഡ് ആകാനും സാധ്യതയുണ്ട്, ചിലപ്പോൾ ഇത് പിന്നെ ബാൻ ചെയ്യാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പക്ഷെ ഇത് അതിഗംഭീരനായ ഒരു ടൂളാണ്, അതിഗംഭീരൻ ടൂളാണ്. അപ്പോ നമുക്ക് chat.z.ai ഇത്രയേ ഉള്ളൂ. ഗൂഗിൾ അക്കൗണ്ടിലൂടെ നിങ്ങൾക്ക് ഇത് ലോഗിൻ ചെയ്യാം. നമുക്ക് അതിലേക്ക് ഒന്ന് പോയാലോ? പോകാം. അതിന്റെ ഹോം പേജിൽ വലിയ ആർഭാടമൊന്നുമില്ല, വളരെ ലളിതമായ ഒരു ഹോം പേജാണ്. ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇത് പറ്റുള്ളൂ. അതിന്റെ 4.5 എന്ന് പറയുന്ന ഒരു വെർഷനാണ് ഇതിനകത്ത് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്നത്. നമുക്കിവിടെ ചാറ്റ് ബോട്ട് ഉണ്ട്, ചാറ്റ് ബോട്ട് ഉണ്ട്, ഇവിടെ ഒരു പ്രസ് മാർക്ക് ഉണ്ട്, ടൂൾസ് ഉണ്ട്, ആട്ടോ തിങ്ക് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇവിടെ ഞാനിത് പരിചയപ്പെടുത്താനുള്ള ഒരു പ്രധാന കാരണം, നമുക്ക് പവർ പോയിന്റ് പ്രസന്റേഷൻ ഇപ്പോൾ ജെമിനിയിലോ ChatGPT-യിലോ ഒന്നും പവർ പോയിന്റ് പ്രസന്റേഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. പവർ പോയിന്റ് പ്രസന്റേഷൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ലൈഡ് ഒന്നും ജനറേറ്റ് ചെയ്യില്ല, അതിന്റെ കണ്ടന്റ് ഒക്കെ ജനറേറ്റ് ചെയ്യും, അങ്ങനെയൊക്കെയുള്ള ഭാവമുണ്ട്. നമുക്ക് അത് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല, അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല, അത് ഉപയോഗിക്കാൻ പറ്റില്ല, ഒന്നിനും പറ്റില്ല. പക്ഷേ ഡീപ്സീക്കിലും പറ്റില്ല പവർ പോയിന്റ് പ്രസന്റേഷൻ ഉണ്ടാക്കാൻ. പവർ പോയിന്റ് പ്രസന്റേഷൻ ഉണ്ടാക്കാൻ ഗംഭീരം പവർ പോയിന്റ് പ്രസന്റേഷൻ gamma.com, ബ്യൂട്ടിഫുൾ AI, അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട്. ഈ ഗാമയൊക്കെ കുറെയൊക്കെ ഫ്രീ ആണ്, കുറേ ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതിന്റെ ഒരു നമ്പർ ഉണ്ട്, എത്ര സ്ലൈഡുകൾ വേണമെന്ന്. അപ്പൊ ആദ്യം പിന്നെ ഒരു 15-16 സ്ലൈഡൊക്കെ ഫ്രീ ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ 8-10 സ്ലൈഡുകളൊക്കെ ഫ്രീ ആയിട്ട് ചെയ്യാം. പിന്നെ കൂടുതൽ എണ്ണം വേണമെങ്കിൽ പെയ്ഡ് കൊടുക്കണം. പക്ഷെ ഇതിന്റെ നമ്പർ കൂടുന്നത് അനുസരിച്ച് ഇത് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന അനുസരിച്ച് അത് സ്റ്റോപ്പ് ചെയ്യും, പെയ്ഡ് വെർഷൻ സ്റ്റോപ്പ് ചെയ്യും. പിന്നെ പെയ്ഡ് വെർഷൻ അല്ല, ഫ്രീ വെർഷൻ സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ പെയ്ഡ് വെർഷനിലേക്ക് കൊണ്ടുപോകും. പക്ഷെ ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ട് ഗംഭീരമായി ചെയ്യാം. ഗാമയിലെ നമുക്ക് മലയാളത്തിലും PPT ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് ഈ ചൈന സാധനമായ ഇതിൽ നമുക്ക് മലയാളത്തിൽ നമുക്ക് സുന്ദരമായ പവർ പോയിന്റ് പ്രസന്റേഷൻ തയ്യാറാക്കാൻ പറ്റും. ഇവിടെ ഒരു പരിമിതി, ഇത് കൂടുതൽ സമയമെടുക്കും. ഇത് കൂടുതൽ അത് തിങ്ക് ചെയ്യാൻ കൂടുതൽ സമയമെടുക്കും. സ്ലൈഡുകൾ അത് അറേഞ്ച് ചെയ്യാൻ, അത് HTML ആണ് അത് ചെയ്യുന്നത്, അത് അറേഞ്ച് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ ഒരു പരിമിതി ഇതിനകത്തുണ്ട്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് 5-10 മിനിറ്റൊക്കെ ഒരു സ്ലൈഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടി കൊടുത്തിട്ട് മറ്റു കാര്യങ്ങൾ ചെയ്യാമല്ലോ. അപ്പോൾ നമ്മൾ അതിനകത്ത് പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ മലയാളത്തിൽ ഇത് ചെയ്യും. നമുക്ക് മലയാളത്തിൽ ഒരു PPT നമുക്കൊരു 3-4 സ്ലൈഡ് പറയാം, അപ്പോൾ അത് വേഗത്തിൽ ചെയ്യാൻ പറ്റും. ഒരു 10-15 സ്ലൈഡൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരുപാട് സമയം എടുത്തെന്നിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു ഐഡിയ ആരെങ്കിലും ഒന്ന് പറയാമോ, ഒരു PPT തയ്യാറാക്കുന്നതിന് വേണ്ടി? പെട്ടെന്ന് ആധുനിക കൃഷി രീതി, മോഡേൺ, അതൊരു സബ്ജക്ട് കേട്ടില്ല.
പാരന്റിങ് അല്ലെ? പാരന്റിങ് കൊള്ളാം. പാരന്റിങ്ങിനെ കുറിച്ച് എന്താണ്? ഇപ്പൊ നമുക്ക് ഒരുപാട് സ്ലൈഡ് ഉണ്ടാക്കാൻ പറ്റില്ല, 2-3 സ്ലൈഡാണ്. അപ്പം വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഇത് പറയണം, കൃഷിയെ കുറിച്ചായാലും പാരന്റിങ്ങിനെ കുറിച്ചായാലും. പാരന്റിങ്ങിന് ആവശ്യമായ ഘടകങ്ങൾ സാറേ. അത് വേണ്ട. അതെ സാറേ, ഇപ്പൊ കുക്കിംഗ് ഓയിലിന് വില കൂടി, വെളിച്ചെണ്ണയ്ക്ക് വില കൂടി. പകരമായിട്ട് പൗഡറിന് നമ്മള് സപ്ലിമെന്റ് ആയിട്ട് കൊടുക്കുന്നു. സർ ഞാനൊരു സ്ലൈഡ് പറയട്ടെ. ഓ പറയൂ സാർ, എല്ലാരും പറയണം. അവസാനം എനിക്ക് ഇഷ്ടമുള്ള ഞാൻ ഒന്ന് തിരഞ്ഞെടുക്കാം. അന്നം ഔഷധമാണ്, സംസ്കാരമാണ്. അന്ന ഔഷധമല്ല, അന്നമാണ്, ഔഷധമാണ്. ഔഷധമായിട്ട് ഉപയോഗിക്കാണ് സർ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ നിങ്ങളെല്ലാം പറഞ്ഞതിനെയൊക്കെ കൂടി ചേർത്തുകൊണ്ട് ഒരെണ്ണം എടുക്കാം. പാരന്റിങ് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി പാരന്റിങ്ങിന്റെ മലയാളം എന്തിനാണ്? പാരന്റിങ്ങിന്റെ മലയാളം രക്ഷകർത്താവ് എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടാണ്. അത് കറക്റ്റ് വേണമെന്ന് പറഞ്ഞത് ഐഡിയൽ പേരന്റിങ്. മലയാളം നമുക്ക് മലയാളത്തിലാണ് PPT ഉണ്ടാക്കേണ്ടത്. പാരന്റിങ്ങിന്റെ മലയാളം എന്നാണ് ഞാൻ ചോദിച്ചത്. ശാസ്ത്രീയമായ രക്ഷകർതൃത്വം. കുട്ടികളെ എങ്ങനെ നന്നായി വളർത്താൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സാറേ. പാരന്റിങ് എന്നുള്ള വാക്ക് തന്നെ ഒഴിവാക്കിക്കൊണ്ട് അത് നന്നായി. കാരണം നമുക്ക് ഇതിനൊക്കെ നല്ല മലയാള വാക്കില്ല എന്നുള്ള പ്രശ്നമാണ് കേട്ടോ. കുട്ടികളെ നന്നായി വളർത്താൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ. മൂന്ന് PowerPoint പ്രസന്റേഷൻ തയ്യാറാക്കി തരിക. അപ്പൊ നമ്മൾ മലയാളത്തിൽ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. കുട്ടികളെ നന്നായി വളർത്താൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. 3 PowerPoint സ്ലൈഡുകൾ എന്നാണ്. തയ്യാറാക്കി തരിക. അപ്പൊ നമ്മളിത് എടുക്കുന്നു. ഇതാ ഇവിടെ നോക്കുക. ഇവിടെ ഇതെന്താണ്? chat.z.ai. ഇവിടെ നമുക്ക് chat.z-ല് അഡീഷണൽ ആയി ഉള്ള ഒരു ഫീച്ചറിൽ AI സ്ലൈഡ് പ്രത്യേകം വെച്ചിട്ടുണ്ട്. അത് വെക്കാൻ കാരണം എന്താ? വേറൊരിടത്തും ഈ സാധനം ഇല്ല, അതുകൊണ്ട് അവർ ഇത് ഇവിടെ വെച്ചു. അത് മാജിക് ഡിസൈനിങ് വേറെ ഒരു സ്ഥലത്തും ഇല്ല, അത് ഇവിടെ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോ അവിടെ നമ്മൾ പ്രോംപ്റ്റ് കൊടുത്തു, മലയാളത്തിൽ പ്രോംപ്റ്റ് കൊടുത്തു. അത് AI സ്ലൈഡ് നമ്മൾ സെലക്ട് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇവിടെ സെൻഡ് മെസ്സേജ് ക്ലിക്ക് ചെയ്യുന്നു. ഇത് സ്ലൈഡ് നിർമ്മാണം തുടങ്ങി. സ്ലൈഡ് ഉണ്ടായിക്കോട്ടെ. അപ്പോ അല്പ സമയമെടുക്കും. അപ്പൊ നമുക്ക് അത് ഉണ്ടാക്കുന്ന സമയത്ത് 1-2 കാര്യങ്ങളൊന്ന് പറയാം. ഒന്ന്, നമ്മൾ ഈ പ്രോംപ്റ്റിംഗ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ടൂളുകൾക്കൊന്നും ഒരു ദാരിദ്ര്യമില്ല, ഓരോ ദിവസവും ഇഷ്ടം പോലെ ടൂളുകൾ വരുന്നുണ്ട്. സാറേ, ഇതിലെ ഒരു ഡൗട്ട്, അതായത് ഈ സബ്ജക്ട് ഹെഡിങ് കൊടുക്കുകയല്ലാതെ ഇപ്പൊ നമ്മൾ ഒരു മാറ്റർ കൊടുത്തിട്ട് അതിൽ നിന്നും PowerPoint തയ്യാറാക്കാൻ കഴിയുമോ ഇവർക്ക്? തീർച്ചയായിട്ടും പറ്റും. നിങ്ങൾ ഒരു ഫയൽ അപ്ലോഡ് ചെയ്തിട്ട് അതിനെ ആസ്പദമാക്കി PowerPoint പ്രസന്റേഷൻ തയ്യാറാക്കി തരാൻ പറഞ്ഞ നിങ്ങൾക്ക് ഒരു PDF ഫയൽ ഉണ്ട്, അത് അപ്ലോഡ് ചെയ്തിട്ട് അതിനെ ആസ്പദമാക്കി ഒരു PowerPoint പ്രസന്റേഷൻ തയ്യാറാക്കി തരും. നിങ്ങൾ PowerPoint പ്രസന്റേഷനിൽ വരേണ്ട കാര്യങ്ങൾ ടെക്സ്റ്റായിട്ട് നിങ്ങൾ കൊടുത്തിട്ട് ഇത് വെച്ച് ചെയ്തു തരാൻ പറഞ്ഞാലും ചെയ്തു തരും. ഓക്കെ. നമ്മളെ PowerPoint ഇതിന്റെ PowerPoint ടൂള്, അതായത് ഇതിന്റെ സാധ്യത, അതായത് chat.z.ai സാധ്യത ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് നോക്കിയത്. നമ്മൾ PowerPoint കുറിച്ചൊരു ക്ലാസ് വരുന്നുണ്ട്.
പവർ പോയിന്റ് നമുക്ക് ഗാമയും ബ്യൂട്ടിഫുൾ AI അങ്ങനെയുള്ള ചില AI ടൂളുകൾ ഉപയോഗിച്ച് പല ടൂളുകൾ നമ്മുടെ ഒരു ക്ലാസ് പവർ പോയിന്റിനെ കുറിച്ചാണ്. അന്ന് ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് കൂടുതൽ വിശദമാക്കാം. ഓക്കെ, അപ്പൊ ഇത് ഞാൻ പറഞ്ഞു, ഇത് അല്പ സമയം എടുക്കും. അത് ആദ്യം ഇതെല്ലാം തിങ്ക് ചെയ്യുക, ആട്ടോ തിങ്ക് ചെയ്യുന്നു. മലയാളത്തിലാണ് പറയുന്നത്. മലയാളത്തിൽ പറയുന്ന സാധനത്തെ അവർ ആദ്യം അത് ഇംഗ്ലീഷിലേക്ക് കൺവെർട്ട് ചെയ്യും. അവർ 2 ഭാഷയാണ് ഇവരുടെ സെർവറിന് അറിയാന്നുള്ളത്, ചൈനീസും ഇംഗ്ലീഷും. ഇംഗ്ലീഷിലേക്ക് കൺവെർട്ട് ചെയ്തതിന് ശേഷം അതിനെ വീണ്ടും അതിനെ മലയാളത്തിലേക്ക് ആക്കും. മലയാളത്തിലേക്ക് ആക്കിയിട്ട് ഇതിനെ വീണ്ടും പവർ പോയിന്റിന്റെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യും. പവർ പോയിന്റിന്റെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് യോജിച്ച ഡിസൈൻ തയ്യാറാക്കും. ആ യോജിച്ച ഡിസൈനും കണ്ടന്റും അതിനെ പിന്നെ HTML ലാംഗ്വേജിൽ കൊണ്ടുപോയി അതിനെ പവർ പോയിന്റ് പ്രസന്റേഷൻ ആക്കും. അങ്ങനെ പവർ പോയിന്റ് പ്രസന്റേഷൻ ആക്കിയാണ് തരുന്നത്. ഇത്രയും വലിയ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഓക്കെ, സമയമെടുക്കും. ഇതിനൊരു വഴിയായിട്ടാണ് ഞാൻ പറഞ്ഞത്, ചാറ്റ് GPT-ലിട്ട് ഈ ഇതിന്റെ കണ്ടന്റ് തയ്യാറാക്കിയിട്ട് ഈ കണ്ടന്റിന്റെ സാറേ അല്ല, ഇതിന്റെ നമുക്ക് പവർ പോയിന്റിനെ കുറിച്ചല്ല നമ്മൾ ഇന്ന് നോക്കുന്നത്. ഈ ഇസഡ്, അതായത് chat.AI എന്ന് പറയുന്ന ചൈനീസ് AI ടൂളിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനകത്ത് പവർ പോയിന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പവർ പോയിന്റ് ചെയ്യുന്ന വെച്ചാൽ മറ്റ് പവർ പോയിന്റ് ചെയ്യുന്ന AI ടൂളുകളെക്കാളും ഗംഭീരമായിട്ട് പവർ പോയിന്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് ഒരു സബ്ജക്റ്റ് കൊടുത്തത്. നമുക്ക് ഇതിന്റെ കണ്ടന്റ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമാണ്. നമുക്ക് ഫയൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് എങ്ങനെ അത് ചെയ്യുന്നു എന്ന് നമുക്ക് അറിയുക എന്നതാണ്. അപ്പൊ അവിടെ ഒരു ലേണിംഗ് പ്രോസസ്സാണ് ഇതിനകത്ത് നടക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് അതിനകത്ത് എത്ര സമയം. ഇപ്പൊ നോക്കുക, അതിപ്പോ HTML-ലേക്ക് വന്നു. അപ്പൊ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിപ്പോ HTML-ല് ഇത് സാധനം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഓരോ സ്ലൈഡായിട്ട് തയ്യാറാക്കി ഇതൊക്കെ നമുക്ക് ഇതിനകത്ത് എന്താണ് നടക്കുന്നതെന്ന് കൂടി അവർ കാണിച്ചു തരാണ്. ഇപ്പൊ ആയി കഴിഞ്ഞു HTML. ഇപ്പൊ ഞാനിപ്പോ ആയി സംഭവം റെഡിയായി. ആദ്യത്തെ 3 സ്ലൈഡുകളിലായിട്ട് ഒരു സ്ലൈഡ് റെഡിയായി. അത് HTML കംപ്ലീറ്റ് എഴുതി തയ്യാറാക്കി കഴിഞ്ഞ ഉടനെ തന്നെ സ്ലൈഡ് ആവുകയാണ്. അടുത്ത സ്ലൈഡ് ഇതായി കഴിഞ്ഞു. 3 സ്ലൈഡേ പറഞ്ഞുള്ളൂ. ഇപ്പൊ നമുക്ക് 8, 10, 12 സ്ലൈഡ് ഒക്കെ നമ്മൾ പറയുകയാണെങ്കിൽ 10-15 മിനിറ്റ് എടുക്കും. പക്ഷെ അത് ഗംഭീര സാധനമായിരിക്കും. അതിന് നമുക്ക് ഇതിൽ നിങ്ങൾ ഗാമയിൽ ചെയ്യുന്നെന്ന് നോക്കിയാ, ബ്യൂട്ടിഫുൾ AI-യിൽ ചെയ്യുന്നെന്ന് നോക്കിയാ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല. ഡൗൺലോഡ് ചെയ്യുമ്പോൾ അവർ പൈസ ചോദിക്കും. ഇവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത് PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് PDF-നെ നമുക്ക് പവർ പോയിന്റ് ആയിട്ട് കൺവെർട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമൊക്കെ നമ്മൾ ഈ PDF-ന്റെ ഒരു ക്ലാസ് ഉണ്ട്. PDF ഫയലുകളെ AI ഉപയോഗിച്ചുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ക്ലാസ് PDF-നെയാണ്. ആ ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഒരു PDF ഫയലിനെ പവർ പോയിന്റ് ഫയലായിട്ട് മാറ്റുന്നതെന്ന് പഠിപ്പിക്കും. ഓക്കെ, അപ്പൊ നോക്കുക. ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്കൂ. ഹലോ സാർ, ചോദിക്കൂ. ഈ ടൂളിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ചിത്രങ്ങളും നമ്മുടെ മാറ്ററുകളും അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട ചിത്രങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മളിത് ഇന്നത്തത് പവർ പോയിന്റിന്റെ ക്ലാസ് അല്ല. നമ്മൾ പവർ പോയിന്റ് എന്റെ ക്ലാസ്സിൽ എടുക്കുമ്പോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്ത് പവർ പോയിന്റ് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യം അവിടെ പഠിപ്പിക്കും. അങ്ങനെ അറിയാൻ വേണ്ടി ചോദിച്ചത്. അതെ. ഇവിടെ പറ്റില്ല. ഇവിടെ അത് പറ്റില്ല. കാരണം ഇവിടെ ആ ഒരു ഇതിന്റെ പരിമിതി അതാണ്. ചോദിക്കുന്നത് നന്നായി. ഇത്തരം ചോദ്യങ്ങൾ വളരെ ഗൗരവമുള്ളതും നല്ലതുമാണ്. കാരണം എങ്കിൽ മാത്രമേ നമ്മൾ അവിടെ ഏത് ടൂളാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതെന്നുള്ളത് തീരുമാനിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ മനസ്സിൽ വരുമ്പോൾ തന്നെ ചോദിച്ചുള്ളൂ. ഓക്കെ, ഇപ്പൊ നമുക്ക് സമയമുണ്ട്. ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നു 3 സ്ലൈഡ് എല്ലാം കൂടുതൽ സ്ലൈഡുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നത്. അതിന്റെ ഒരു ആവേശം കൂടി കാണും. അപ്പൊ ഞാൻ വിചാരിച്ചത് നമുക്ക് ഈ സ്ലൈഡ് ഉണ്ടാക്കുന്ന സമയത്ത് ഈ പ്രോംപ്റ്റിന്റെ ഒരു ഏരിയ ഒന്ന് പറയാൻ വേണ്ടിയായിരുന്നു നോക്കിയത്. എന്തായാലും ഞാൻ പറഞ്ഞു തുടങ്ങാം. ഒരു ഡൗട്ട്
ഒരു കാര്യം സാർ, ഇതില് ചോദിക്കും. HTML കോഡ് അതിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഇൻവെർട്ടർ കോമയിനകത്ത് പറയുന്ന ഹെഡിങ് വേണമെങ്കിൽ നമുക്ക് അവിടെ തിരുത്തിയിട്ട് അതുപോലെ ഫോട്ടോസും അപ്ലോഡ് ചെയ്ത് അവിടെ കൊടുക്കുകയാണെങ്കിൽ ഫോട്ടോസ് മാറി കിട്ടും. അതെ, HTML അറിയാവുന്ന ഒരാള്, പൈത്തൺ അറിയാവുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് ഇപ്പൊ ഈ ക്യാൻവ ഇതുപോലുള്ള പല ടൂളുകളുടെയും പ്രോഗ്രാമിൽ പോയി നമുക്ക് ചേഞ്ച് വരുത്താൻ പറ്റും. ശകലം ഒരു നോളജ് മതി, ശകലം നോളജ്, അത് എഡിറ്റ് ചെയ്താൽ മതി. ചിലപ്പോൾ ഒരു സെന്റൻസ് ഒക്കെ നമുക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് അറിയാവുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത് പറ്റും. അറിഞ്ഞൂടാത്ത ഒരാൾ അത് പഠിക്കാൻ ശ്രമിക്കേണ്ട, കാരണം നമുക്ക് ഒരുപാട് ടൈം കൺസ്യൂമിങ് ആവും. ഇതിപ്പോ ഇതായി, സംഭവം റെഡിയായി. അത് നോക്കുക, നമ്മള് ഒരു ചൈനീസ് കമ്പനിയാണ് നമുക്കിത് ചെയ്തു തരുന്നതെന്നുള്ളൊരു ഓർമ്മ വേണം. കുട്ടികളെ നന്നായി വളർത്താൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഫലപ്രദമായ രീതികൾ കുട്ടികളുടെ വളർച്ചയ്ക്ക്. പിന്നെ എടുക്കാൻ വേണ്ടി അയച്ചതാ. എന്തേ അടുത്ത നമുക്ക് കറക്റ്റ് മലയാളത്തിൽ കൃത്യമായ പാരന്റിങ്ങിന് ഒരു വാക്കില്ലാത്തത് കൊണ്ട് നമ്മൾ പാരന്റിങ് എന്നുള്ള വാക്ക് ഒഴിവാക്കി. പക്ഷെ അവര് പറഞ്ഞു പോസിറ്റീവ് പാരന്റിങ്ങിന്റെ സമീപനം. ഇവിടെ ആരോ പറയുകയും ചെയ്തു അല്ലെ, പോസിറ്റീവ് പാരന്റിങ്. അതിന്റെ 8 പ്രിൻസിപ്പിൾ, അതൊന്ന് ഇംഗ്ലീഷിൽ തന്നെ ഇവിടെ വരുന്നുണ്ട്. അതിന്റെ മലയാളം ഇവിടെ പറയുന്നു: സ്നേഹവും പിന്തുണയും കാര്യക്ഷമവും ആശയവിനിമയവും അഭിനന്ദനവും പ്രോത്സാഹനവും നിയമങ്ങളും മാതൃകാപരമായ പെരുമാറ്റം. ഇത് അടുത്ത സ്ലൈഡ്. ഇനി അടുത്ത സ്ലൈഡ്, പിന്തുണയുള്ള പരിസ്ഥിതി സൃഷ്ടിക്കുക, സുരക്ഷിതമായ വീട്. എന്ത് ഭംഗിയായിട്ട്, നമുക്ക് എത്ര ഭംഗിയായിട്ട് അതിനകത്ത് ഫോണ്ടുകൾക്ക് കളർ കൊടുത്തു. നമ്മള് ഒരു കേരളത്തിൽ നിന്നാണെന്ന് അവർ മനസ്സിലാക്കിയിട്ട് പരമാവധി ഒരു കേരളക്കാർക്ക് ദഹിക്കുന്ന ഒരു പിക്ചർ അതിനകത്ത് കൊണ്ടുവന്നു. കറുത്ത മുടിയൊക്കെ ഉള്ള, ഒരു മംഗോളിയൻ ഫേസ് ഒന്നും ഇല്ലാത്ത, ചൈനീസ് ഫേസ് ഒന്നും ഇല്ലാത്ത ഒരു ആളിനെയൊക്കെ കൊണ്ടുവരാൻ അവർ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ടായി അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ മലയാളി എന്നേ പറയുള്ളൂ. സുരക്ഷിതമായത്, ഗുണപര സമയം ചെലവുകൾ, കുട്ടികൾക്കായുള്ള അവസരം, പഠന അന്തരീക്ഷവും സാമൂഹ്യമായ ഇടപെടലുകൾ. അടുത്ത് പ്രധാന മൂല്യങ്ങളും വൈവിധ്യങ്ങളും വളർത്തിയെടുക്കുക, സഹകരണവും സഹോദര്യവും, വികാര ബുദ്ധി, സ്വാശ്രയത്വം, പഠന വൈദഗ്ധ്യം, സാമൂഹ്യമായ ഉത്തരവാദിത്വം. ഓക്കെ, നമ്മൾ 3 സ്ലൈഡാണ് പറഞ്ഞത്. നന്നായില്ലേ? യെസ് ഓർ നോ? ആരും ഒന്നും മിണ്ടുന്നില്ല. അപ്പോ ഇതിന്റെ പ്രിവ്യൂ ആണ്. നമുക്ക് ഇനി ഇതെങ്ങനെയാണ് പവർ പോയിന്റ്, ഇതിനെ നമുക്ക് ഇവിടെ ഷെയർ എന്ന് പറയുന്ന അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പോർട്ട് ടു PDF കാണാമല്ലോ, നിങ്ങൾക്ക് കാണാമല്ലോ. എക്സ്പോർട്ട് ടു PDF ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫയല് PDF ഫയലായിട്ട് നമുക്ക് സേവ് ചെയ്തെടുക്കാം. ഓക്കെ, PDF ഫയലായിട്ട് സേവ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ പവർ പോയിന്റ് ആക്കണമെങ്കിൽ നമുക്ക് പവർ പോയിന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് നമുക്ക് ആ ക്ലാസ്സിൽ നമുക്ക് നോക്കാം. അതായത് നമുക്കൊരു പവർ പോയിന്റ് പ്രസന്റേഷൻ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതി, അത് എന്തുമാത്രം എഫർട്ട് എടുത്ത് പഠിച്ചു നോക്കുക. നമ്മൾ വെറും കൺസെപ്റ്റേ കൊടുത്തോളൂ. ഇതിനെക്കുറിച്ച് നമ്മൾ ഒരു ഡീറ്റെയിൽഡ് പ്രോംപ്റ്റ് ആണ് കൊടുത്തത്. ഇന്ന രീതിയിൽ നമുക്ക് പവർ പോയിന്റ് പ്രസന്റേഷൻ വേണം എന്നുള്ള നിലയിൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് 3 പ്രസന്റേഷനിലും കണ്ടന്റ് ഇന്നതായിരിക്കണം എന്ന് കൊടുത്തിരുന്നെങ്കിൽ അതനുസരിച്ചിട്ടുള്ള സാധനം വരുമായിരുന്നു. പടങ്ങൾ നമുക്ക് നിർദ്ദേശിക്കാം. ആദ്യത്തെ സ്ലൈഡിൽ വരേണ്ട പടം ഇന്നതാണ്, രണ്ടാമത്തെ സ്ലൈഡിൽ വരേണ്ട പടം ഇന്നതാണ്. ഇനി ചാർട്ട് നമുക്ക് നിർദ്ദേശിക്കാം, കളർ നിർദ്ദേശിക്കാം, ഇതിന്റെ തീം ഇന്നതായിരിക്കണം, ഫോണ്ടിന്റെ നിറം ഇതായിരിക്കണം എന്നൊക്കെ നമുക്ക് നിർദ്ദേശിക്കാം. നിങ്ങൾ ചെയ്ത് നോക്കുക. വളരെ എന്ത് സുഖല്ലേ സാറേ, ട്രെയിനിങ് ക്ലാസ് എടുക്കുന്നവർക്കെല്ലാം എന്ത് സുഖമായതെന്ന് പറയാം. സുഖമാണ്, വളരെ എളുപ്പമാണ്, ഭയങ്കര എളുപ്പമാണ്, അതിഗംഭീരമാണ്. ഇത് മാത്രമല്ല, നമുക്ക് ഇതിനകത്ത് നോട്ടീസ്, ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ നമുക്ക് ഇന്ന് ഒരു സ്ഥലത്തും പറ്റില്ല. ChatGPT ഒരു പോസ്റ്റർ തയ്യാറാക്കി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈനോടുകൂടി പോസ്റ്റർ തയ്യാറാക്കി തരില്ല, ജെമിനി തയ്യാറാക്കി തരില്ല, വേറെ ഒന്നും തയ്യാറാക്കി തരില്ല. നമുക്ക് ഈ ചാറ്റ് വിത്ത്
ZAIയിൽ കൊടുത്തു കഴിഞ്ഞാൽ പറയും ചാറ്റ് വിത്ത് ZAI. നിങ്ങൾ വലിയ പ്രചാരമൊന്നും കൊടുക്കണ്ട കേട്ടോ, ഇതിപ്പോ ആരും അറിഞ്ഞിട്ടില്ലെന്നാണ് തോന്നുന്നത്. അപ്പൊ ചാറ്റ് Z.AIയിൽ നമുക്ക് നോട്ടീസും തയ്യാറാക്കാൻ പറ്റും. അതും കൂടി ഒന്ന് നോക്കിയാലോ? ഓക്കെ സാർ. ഓക്കെ. അപ്പൊ അത് നോക്കുമ്പോ ഞാൻ അത് എന്തും അതിന്റെ ഒരു എഫക്ട് നമ്മുടെ ഇതിനകത്ത് വെബ്സൈറ്റ് ഉള്ള ഏതെങ്കിലും സ്ഥാപനം ഉണ്ടോ, അല്ലെങ്കിൽ വെബ്സൈറ്റ് ഒക്കെ ഉള്ള ഒരു സ്ഥാപനവുമായി ഇമ ഓൺലൈൻ മാഗസിൻ. ഇമ ഓൺലൈൻ മാഗസിൻ നിങ്ങൾക്ക് വെബ്സൈറ്റ് ഉണ്ട് അല്ലേ? ആ വെബ്സൈറ്റിൽ നിങ്ങളുടെ അഡ്രസ്സും എല്ലാം ഉണ്ട്. ഇമ ഓൺലൈൻ മാഗസിൻ പിന്നെ നിങ്ങളുടെ ഒരു നോട്ടീസ് തയ്യാറാക്കണം. ഇമ ഓൺലൈൻ മാഗസിൻ ഒരു ഡിജിറ്റൽ മാഗസിൻ നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. ഓഗസ്റ്റ് മാസം 25-ാം തീയതി. എവിടെ വെച്ച്? എവിടെ വെച്ച്? എറണാകുളം. കൊച്ചിയിൽ എവിടെ? ചങ്ങമ്പുഴ പാർക്കിൽ. ചങ്ങമ്പുഴ പാർക്കിൽ വെച്ചാ ട്രെയിനിങ് കൊടുക്കുന്നത്? അതെ, ചങ്ങമ്പുഴ പാർക്ക് എന്ന് പറഞ്ഞ അവിടെ. ചങ്ങമ്പുഴ പാർക്ക് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തിന്റെ പേരല്ലേ? ഒരു പാർക്കല്ലേ അവിടെ? ഏതെങ്കിലും ഒരു ടൗൺ ഹാൾ ആയാലും ഡിജിറ്റൽ മാഗസിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്ന. അതെ, അപ്പൊ നമുക്ക് ടൗൺ ഹാളില്, എറണാകുളം ടൗൺ ഹാൾ. ആയിക്കോട്ടെ. അതെ. അപ്പൊ നമുക്ക് ഒന്ന് നോക്കാം. അപ്പൊ നമ്മള് ഒരു ന്യൂ ചാർട്ട് എടുക്കുക. ഇനി ഇവിടെ നോക്കുക, നമ്മൾ കഴിഞ്ഞ ദിവസം ജെമിനി നമ്മൾ നോക്കിയല്ലോ. ജെമിനിയിൽ നോക്കിയപ്പോ ജെമിനിയിലുള്ള പല സവിശേഷതകൾ ഇവിടെയുണ്ട്. ഇവിടെ 3 ബട്ടൺ ഉണ്ട്. ജെമിനിയിൽ ഇല്ലാത്ത ചില സാധനങ്ങൾ ഇവിടെയുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ഫയലുകളെ ഡൗൺലോഡ് ചെയ്യാം. നമുക്ക് ചാറ്റ് GPTയിലോ ജെമിനിയിലോ ഒന്നും ഇവിടെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ടെക്സ്റ്റ് ആയിട്ടോ PDF ആയിട്ടോ ഡൗൺലോഡ് ചെയ്യാം. നമ്മൾ പല ഡോക്യുമെന്റുകളും ചാറ്റ് GPTയിലും ജെമിനിയിലും ഒക്കെ ചെയ്യും. അവിടെയെല്ലാം ചെയ്യുമ്പോൾ അതിനെ നമുക്ക് വേർഡിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ നോട്ട് പാഡ് ആക്കി പേസ്റ്റ് ചെയ്യണം. എവിടെയെങ്കിലും കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. പക്ഷെ അതിനെ PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം എവിടെയുണ്ട്? ഇവിടെയുണ്ട് അല്ലെ? ഷെയർ ചെയ്യാം, ആർക്കൈവ് ആക്കാം, ക്ലോൺ. ഇതൊക്കെ നമ്മൾ നേരത്തെ ജെമിനിയിൽ കണ്ട പല സാധനങ്ങളും ഇവിടെയുണ്ട്. അഡ്വാൻസ് ആയിട്ടുള്ള പല സാധനവും ഇതിന്റെ ഹിസ്റ്ററിയിലുണ്ട്. ഓക്കെ, നമ്മൾ ന്യൂ ചാറ്റ് ഇവിടെ നമ്മൾ സ്ലൈഡ് ആണ് നമ്മൾ ക്ലിക്ക് ചെയ്ത് അതിനെ നമ്മൾ കട്ട് ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ അദ്ദേഹത്തിന്റെ ഇമ മാഗസിൻ, അല്ലെ? ഇമ.com എന്നല്ലേ സാറിന്റെ സ്ഥാപനത്തിന്റെ പേര്? imamagazine.com. imamagazine.com. ഓക്കെ സാർ. imamagazine.com കുട്ടികൾക്ക് വേണ്ടി ഡിജിറ്റൽ മാഗസിൻ നിർമ്മാണത്തിന് ഒരു വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കുന്നു. എറണാകുളം ടൗൺ ഹാൾ വെച്ചാണ് പ്രോഗ്രാം. ഓഗസ്റ്റ് മാസം 28-ാം തീയതി 2025. പ്രവേശനം സൗജന്യം. മാഗസിൻ കുട്ടികൾക്ക് വേണ്ടി ഒരു ഡിജിറ്റൽ മാഗസിൻ നിർമ്മാണ വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കുന്നു. എറണാകുളം ടൗൺ ഹാൾ വെച്ചാണ് പ്രോഗ്രാം. 28 ഓഗസ്റ്റ് 2025. പ്രവേശനം സൗജന്യം. ഒരു പോസ്റ്റർ തയ്യാറാക്കി തരിക. നമുക്കിത് ഇംഗ്ലീഷ് നോക്കാം കേട്ടോ. imamasiga.com. ഓക്കെ. IM സാർ എന്റെ സ്പെല്ലിംഗ് പറയുമോ? IMA
മാസിക MASI മാസിക മാസിക MASIK മാസിക മാസിക.com MASIK അല്ലേ? IMASIK. Okay. Correct. .com is organized a workshop on digital magazine creation for children. The program will be held at Ernakulam Town Hall. Admission fees, admission free. On 15 hours, prepare a program. Okay. ടൈം അവർ തന്നെ ടൈം ഇടുമെന്ന് നോക്കാം. നമ്മള് ഇതെന്തൊക്കെ നമുക്ക് വേണ്ടി ചെയ്യും എന്നറിയാൻ വേണ്ടിയാണല്ലോ. നമ്മൾ പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പ്രോംപ്റ്റ് കൊടുക്കണം. നമ്മൾ ആ പ്രോംപ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് എവിടെ എങ്ങനെ കൊടുക്കണമെന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മളിത് നോക്കുന്നത്. നമുക്ക് ആ ടൈമൊക്കെ ഇടുവോ ഇല്ലേ എന്നുള്ള കാര്യം നമുക്ക് ആട്ടോ തിങ്ക് അല്ലേ? ഇവിടെ നമുക്ക് മാജിക് ഡിസൈൻ ആട്ടോ തിങ്ക്, അത് അവിടെ നമ്മൾ മാജിക് ഡിസൈൻ കൊടുക്കണം. കൊടുക്കുമ്പോൾ മാത്രമേ ഇത് വരുള്ളൂ. ആട്ടോ തിങ്ക് കൊടുക്കുക. അപ്പോ അത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു മിനിറ്റ്, ഞാൻ ഒരു അത്യാവശ്യം ഒരു ഫോൺ ഒന്ന് വിളിച്ചോട്ടെ. സാറേ മൈക്ക് ഓണല്ല. ഓക്കെ മൈക്ക് ഓൺ ആക്കി. സോറി. അപ്പോ പ്രോംപ്റ്റിങ്ങിന്റെ ഒരു മോഡ്യൂൾ കൂടെ ഇന്ന് ചെയ്യാന്നാണ് വിചാരിച്ചത്. അപ്പൊ അതിനുള്ള സമയം കിട്ടില്ല. ഇപ്പൊ തന്നെ 53 അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം നമ്മൾ ചോദിച്ചാൽ, സംശയം മറ്റുള്ളവർക്ക് വേണ്ടി, നിങ്ങൾക്ക് അറിയാന്നുള്ള കാര്യം മറ്റുള്ളവർക്ക് വേണ്ടിയും ചോദിക്കാം. ഓക്കെ. നമ്മൾ അതിനകത്ത് സംസാരിക്കുന്നവര് വളരെ കുറവാണ്, അതുകൊണ്ടാണ്. ഇത് മൊബൈലിലായിട്ടില്ലല്ലേ സാർ? ഇത് ചാറ്റ് ആയിട്ടില്ല. മൊബൈൽ ആപ്പ് ആയിട്ടില്ല. ഇതിന്റെ ആപ്പ് ഡീപ് സീക്കിന്റെ ഉണ്ട്. ഇതിന്റെ ആയിട്ടില്ല. വരും, പ്രതീക്ഷിക്കാം, വരും. ഹലോ സർ. ഓ മൊബൈലിലായില്ലെങ്കിൽ ഞാനിപ്പോ ചെക്ക് ചെയ്ത് നോക്കിയപ്പോ കിട്ടുന്നുണ്ട് കേട്ടോ. മൊബൈലില് നിങ്ങൾക്ക് ക്രോമിൽ ചെയ്യാം, ക്രോമിലെടുത്ത് ചെയ്യാം. അതായത് നമ്മൾ ക്രോമിൽ കിട്ടുന്ന സാധനങ്ങൾ ഇതിലെ കിട്ടുന്ന സാധനം, ക്രോം എന്ന് പറയുന്ന ബ്രൗസർ ഉണ്ടല്ലോ, ഇന്റർനെറ്റിൽ വരുന്ന എല്ലാ സാധനവും ബ്രൗസറിൽ കിട്ടും. ഇത് നല്ല ഒരു സാധനമാണ്, അതിഗംഭീരം സാധനമാണ്. നിങ്ങളത് ഇതിനെക്കുറിച്ച് വലിയ പബ്ലിസിറ്റി ഒന്നും കൊടുക്കണ്ട. കുറെ കാലം നമുക്ക് സ്വകാര്യമായിട്ട് വെച്ചിരിക്കാം. കുറച്ച് ദിവസം കഴിയുമ്പോൾ പത്രത്തിലൊക്കെ വാർത്തയൊക്കെ വരും. കാരണം ഈ ഡിസൈൻ ചെയ്യുക എന്നതും ഇത് പവർ പോയിന്റ് പ്രസന്റേഷൻ ഞാനൊന്ന് പരീക്ഷണാർത്ഥം നമ്മുടെ ഇവിടുത്തെ ഒരു പ്രോഗ്രാം മിത്രനികേതനിൽ വെച്ച് ഞാൻ ഒരു പരിപാടി നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം കൊടുത്തപ്പോ നമ്മുടെ വെബ്സൈറ്റ് അഡ്രസ് ഇവിടെയുള്ള കോർഡിനേറ്ററിന്റെ പേര്
നമ്മുടെ മിത്ര നികേതന്റെ എന്റെ പേരൊന്നും കൊടുത്തില്ല, കോർഡിനേറ്റർ പേര്, അവരെ ഫോൺ നമ്പര്, ഇതിന്റെ ലൊക്കേഷൻ ഒക്കെ വെച്ച് വന്നു. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ പറഞ്ഞത് ഇന്ന ദിവസം നമ്മളിവിടെ ഒരു പ്രോഗ്രാം ഉണ്ട്, ആ പ്രോഗ്രാമിന് നോട്ടീസ് തയ്യാറാക്കി തരിക. നോട്ടീസിന് സമയം, ഷെഡ്യൂൾഡ്, ലൊക്കേഷൻ, കോണ്ടാക്ട് ചെയ്യേണ്ട ആളുടെ പേര്, ഇതെല്ലാം വെച്ച് കൊണ്ട് ഒരു നോട്ടീസാണ്, പോസ്റ്ററാണ് തയ്യാറാക്കി തന്നത്. അപ്പൊ നമുക്ക് ഇതാണ്, അതുകൊണ്ടാണ് വെബ്സൈറ്റുള്ള ആരുടെയെങ്കിലും ഇത് പറയാൻ പറഞ്ഞത്. ഇതുപോലെയുള്ള ഈ പോസ്റ്റേഴ്സ് നമ്മൾ ഈ പരസ്യമായിട്ടൊക്കെ നമ്മൾ ചെയ്യുമല്ലോ ഈ ക്യാൻവയിലൊക്കെ, അതേപോലെയുള്ള പരസ്യമൊക്കെ ഇതിൽ ചെയ്ത് ഡിസൈൻ ചെയ്ത് ഫേസ്ബുക്ക് അത് ചെയ്യുന്ന സാധനമാണ് ഇത്. പക്ഷെ ഇത് പ്രോംപ്റ്റ് കൊടുത്ത് ചെയ്യുന്ന സാധനമാണ്. ആ പ്രോംപ്റ്റിന് ചെയ്ത് മോഡിഫൈ ചെയ്യാമല്ലോ. അതായത് ഇത് നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ അതേ ഉപയോഗിക്കുള്ളൂ. ഇപ്പൊ നമ്മള് മൈക്രോസോഫ്റ്റ് ഡിസൈനർക്ക് ഒരുപാട് അഡ്വാൻസ് ആയിട്ട് വന്നു. ആ ഡിസൈനറിനെ കുറിച്ച് നിങ്ങൾക്ക് പഠിപ്പിക്കുമ്പോൾ മറ്റുള്ളവരെ കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തും. കാരണം അവർ പഠിക്കുന്ന സമയത്ത് ഡിസൈനറിൽ ആ സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പോസ്റ്റർ മൈ വാൾ വളരെ ഗംഭീരമായിട്ട് ക്യാൻവയിലെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻവയിൽ കുറെ പകുതി ഫ്രീയും പകുതി പെയ്ഡുമാണ്. ഫ്രീ എന്നുള്ളത് ഒരു ഉപയോഗം ഇല്ലാത്ത സാധനങ്ങൾ, നല്ല ഡിസൈനുള്ള സാധനങ്ങൾക്കെല്ലാം പൈസ കൊടുക്കണം. പക്ഷെ പോസ്റ്റർ മൈ വാൾ എന്ന് പറയുന്നത് വളരെ നല്ല ഒരു സാധനമാണ്. അത് ഈ ക്യാൻവയെക്കാളും കൊള്ളാവുന്ന ഒരു ഇതാണ്. ഇപ്പോ ഇത് ഏതാണ്ടൊക്കെ ആയി വന്ന് നോട്ടീസിന്റെ ഇത് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. HTML പ്രോഗ്രാം, HTML പൈത്തണുമാണ് ഇത് ഉപയോഗിക്കുന്നത്. നോട്ടീസ് അത് അതിനെ പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുക, അതിന്റെ ഔട്ട്പുട്ടായി. ഡിജിറ്റൽ ക്രിയേഷൻ വർക്ക്ഷോപ്പ്, അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി, ഇതാ നോക്കാം. ഡിജിറ്റൽ മാഗസിൻ ക്രിയേഷൻ വർക്ക്ഷോപ്പ് ഫോർ ചിൽഡ്രൻ, അൺലീഷ് യുവർ ക്രിയേറ്റിവിറ്റി, ക്രിയേറ്റീവ് വർക്ക്ഷോപ്പ്, മെയ് 2 മെയ്. ഇതാ ഡേറ്റ്, ടൈം 10 മണി മുതൽ 2 മണി. നമ്മൾ ടൈം കൊടുത്താ ടൗൺ ഹാളിന്റെ പടം വന്നാ, ടൗൺ ഹാള് ചൈനക്കാരെ നമ്മൾ ടൗൺ ഹാളിന്റെ പടം എടുത്ത് പുതിയ ചിത്രമാണ്. അഡ്മിഷൻ ഫ്രീ, എറണാകുളം ടൗൺ ഹാൾ. അതിന്റെ അഡ്രസ് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞോ, എറണാകുളം ടൗൺ ഹാൾ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ബാനർജി റോഡ്, കൊച്ചി, കേരള. ടൈം, ഒരു പോസ്റ്റർ, നമ്മൾ പിന്നെ ഫുഡ് കൊടുക്കുന്നില്ല, അങ്ങനെയൊക്കെയുള്ള ഭക്ഷണമൊന്നും ഇല്ല എന്നുള്ള കാര്യം വെച്ചുകൊണ്ടാണ് 10 മണി മുതൽ 2 മണി വരെ ആക്കിയത്. ഇപ്പൊ എറണാകുളം ടൗൺ ഹാളിൽ നടക്കുന്ന പരിപാടികൾ ഓർഗനൈസ്ഡ് ബൈ നിങ്ങളുടെ ഫോൺ നമ്പർ തന്നെ കൊടുത്തേക്കുന്ന, നിങ്ങളുടെ ഫോൺ നമ്പർ തന്നെ ആര് കൊടുത്തത്? നിങ്ങളെ ഫോൺ നമ്പർ കൊടുത്തു. നമ്മൾ പറഞ്ഞോ ഫോൺ നമ്പർ? ഇല്ല. അക്ഷരാർത്ഥത്തിൽ ആരും ഞെട്ടിയില്ലേ? അത് വെബ്സൈറ്റ് അതുകൊണ്ടാ നമ്മള് അത് പോയി ചെന്ന് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അതൊക്കെ ഉറപ്പാക്കിയിട്ട് നമ്മൾ ചെയ്തിരിക്കുകയാണ്. ഒരു വിധത്തിലുള്ള എഡിറ്റിങ്ങിന്റെ ആവശ്യമില്ലാത്ത രീതിയിൽ നമുക്ക് ഒരു നോട്ടീസ് ഇത് തയ്യാറാക്കി തന്നിരിക്കുക, ഒരു പോസ്റ്റർ തയ്യാറാക്കി തന്നിരിക്കുകയാണ്. മാംസിന്റെ പേരില്ല, ഇമ കൊടുത്തില്ല. ഇമ നമ്മൾ പറഞ്ഞില്ല, ഇമയ്ക്ക് ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുത്തില്ല പറഞ്ഞപ്പോ. ശരി ശരി. അപ്പൊ അത് കൊടുത്തിരുന്നെങ്കിൽ അതുകൂടെ വരുമായിരുന്നു. ഇമ magazine.com ഇവിടെ വരുന്നുണ്ട്, info @ima.magazine.com. അപ്പൊ ഇതിനകത്ത് അത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ എഡിറ്റ് ചെയ്ത് HTML അറിയാമെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ നമ്മള് ഇത് നമ്മൾ കണ്ടു. ഇതിപ്പോ നമ്മൾ എങ്ങനെയാണ് ഇത് നമ്മൾ HTML എന്ന് അറിഞ്ഞോളൂ. എന്താ നമുക്ക് ഈ സാധനം കണ്ടപ്പോ നമ്മൾ ഇതിന്റെ പരിമിതികൾ മനസ്സിലാക്കി. ഇനി നിങ്ങൾക്ക് ഇത് തയ്യാറാക്കി തന്നല്ലോ, ഇനി നിങ്ങൾക്ക് ഇത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രോംപ്റ്റ് കൊടുക്കാം. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഇന്നതായിരിക്കണം, അതിൽ 2 കുട്ടികൾ, ഒരു ആൺകുട്ടി പെൺകുട്ടി, ഇന്ന തരത്തിലുള്ള യൂണിഫോം, ടൈറ്റിൽ ഇന്നതായിരിക്കണം, സബ് ടൈറ്റിൽ ഇന്നതായിരിക്കണം, ഫോണ്ട് ഇത്ര വലുപ്പത്തിലുള്ളതായിരിക്കണം എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഡിസൈനർ, നിങ്ങളുടെ നോട്ടീസ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി നമ്മളൊരു DTP സെന്റർ അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈനർ അടുത്ത് പോയി കഴിഞ്ഞാൽ അയാൾക്ക് കൊടുക്കുന്നത് പോലെ ഉള്ള ഒരു ഇൻസ്ട്രക്ഷൻ നമ്മൾ ഈ ഇസഡിനോട് കൊടുത്തു കഴിഞ്ഞാൽ അതിനേക്കാളും ഗംഭീരമായ ഒരു സാധനങ്ങൾ ഇത് നമ്മളൊന്നും കൊടുത്തില്ല. നോക്കുക, വെറും ബ്ലാങ്ക് ആയിട്ട് പറഞ്ഞു ഇമാ മാഗസിൻ ഇതൊരു ചെയ്യുന്നു, ഫ്രീ ആണ്, എറണാകുളം ടൗൺ ഹാൾ. ഈ 3 കാര്യം വന്നിട്ടുള്ളൂ. നിങ്ങളെ ഫോൺ നമ്പർ അടക്കമുള്ള സാധനം വെച്ചുകൊണ്ട് ഒരു നോട്ടീസ് തയ്യാറാക്കി തന്നു. ഓക്കെ,
DTP സെന്ററിൽ അടച്ചു കൂട്ടേണ്ടി വരും സാറേ? തീർച്ചയായിട്ടും DTP സെന്ററുകളൊക്കെ പക്ഷെ ഇപ്പോഴൊന്നും അടച്ചു കൂട്ടേണ്ടി വരില്ല. കാരണം നമ്മളെ AI എന്താണെന്ന് 1% ആൾക്കാർക്ക് പോലും അറിഞ്ഞൂടാ. അതുകൊണ്ട് ഇത് കുറെ കാലമൊക്കെ പോകും. അപ്പോ ഈ നമ്മളെ ഇത് നോക്കുക. പലർക്കും ഈ സാധനം ഭയങ്കര ഉപയോഗപ്രദമായ സാധനമാണ് chatz.ai. ഇന്ന് പഠിച്ച 2 കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കണം. ഞാനിത് ചെയ്ത് നിങ്ങൾ അത്ഭുതം. ഞാനിത് മിനിമം ലെവലിലാണ് ഇതെല്ലാം പറയുന്നത്. ഇതിനെ നിങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ എനിക്ക് പ്രോംപ്റ്റുകളൊക്കെ നേരത്തെ തയ്യാറാക്കി വെച്ച് ഒന്ന് അവതരിപ്പിക്കായിരുന്നു. അത് ചെയ്യാത്തതിന്റെ കാരണം നിങ്ങളിത് ചെയ്ത് നോക്കണം. ഇതിനേക്കാളും മെച്ചമായിരിക്കണം, ഞാനിവിടെ കാണിക്കുന്നതിനേക്കാളും മെച്ചപ്പെട്ട സാധനമായിരിക്കണം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, എങ്കിൽ മാത്രമേ നമുക്ക് നമ്മളിപ്പോ പറയുന്നു ഇവിടെ കാണിക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും മെച്ചപ്പെട്ട ഒരു സാധനം ആവുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ ചെയ്യാനുള്ള ഒരു ഇന്ന സൈസ് മറ്റേ ഓരോ ഫേസ്ബുക്ക് ചെയ്യുന്ന വേറെ സൈസും കൂടെ ഇതിനകത്ത് സ്പെസിഫൈ ചെയ്ത്. സാർ പറഞ്ഞത് ക്ലിയർ അല്ല സാർ, ഒന്നുകൂടെ. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഓരോന്നിലും സൈസ് വ്യത്യാസം ഉണ്ടല്ലോ. സൈസും കൂടെ കൊടുത്താൽ അതിനനുസരിച്ച് നിങ്ങള് സൈസ് ഒന്നും കൊടുക്കണ്ട, ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ മതി. ഇൻസ്റ്റാഗ്രാമിലേക്ക് വേണ്ടി ഇൻസ്റ്റാഗ്രാമിന്റെ ഓഡിയൻസ് എന്ന് പറയുന്നത് വേറെ ഒരു ന്യൂ ജനറേഷൻ ട്രെൻഡ് ആണ്. അതിനുവേണ്ടി പ്രത്യേകം തയ്യാറാക്കും. ഫേസ്ബുക്കിലേക്കാണെങ്കിൽ ഫേസ്ബുക്കിലേക്ക്, വാട്സാപ്പ് മെസ്സേജ് ആണെങ്കിൽ വാട്സാപ്പിൽ കൊടുക്കുന്നതാണെങ്കിൽ അത് ആ രീതിയിൽ വാട്സാപ്പ് മെസ്സേജ് ആയിട്ട്, മെസ്സേജ് അല്ല വാട്സാപ്പിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ബാറായിട്ടാണെങ്കിൽ അങ്ങനെ തയ്യാറാക്കി തരും. മലയാളവും ചെയ്യാൻ പറ്റും, മലയാളവും ചെയ്തു തരും. മലയാളത്തിലും അനിമേറ്റ് ചെയ്യാനൊക്കെ ആയിരിക്കുമോ? നമ്മള് പോസ്റ്റർ അല്ലേ സാർ, പോസ്റ്ററിന് അനിമേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതില് അനിമേറ്റ് ചെയ്യാൻ പറ്റില്ല. അനിമേറ്റ് ചെയ്യുന്നത് നമ്മൾ എവിടെയാണ് അനിമേറ്റ് ചെയ്യണമെങ്കിൽ ഇതിനെ നമ്മൾ കോപ്പി ചെയ്തിട്ട് എവിടെ കൊടുത്താൽ മതി? മെറ്റയിൽ കൊടുത്ത് അനിമേറ്റ് ചെയ്യാം. അതെ അനിമേറ്റ് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോസ്റ്റർ നമ്മൾ ഫിക്സ് ചെയ്യാനുള്ള സാധനമല്ലേ. ഓക്കെ, ഇനി എന്തെങ്കിലുമൊക്കെ എന്താ സാർ കേട്ടില്ല? ഫ്ലെയർ പോലുള്ള സാധനങ്ങളൊക്കെ ഇതിനകത്ത് ചെയ്യാനൊക്കെ ആയിരിക്കുമല്ലോ. തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. ഒരു പേജ് ചെയ്യാൻ പറ്റുള്ളൂ, ഒറ്റ പേജ്. അപ്പൊ നമുക്ക് 2-3 പേജ് ആണെങ്കിൽ അത് ചെയ്യാം. പക്ഷേ ഫ്ലയർ ചെയ്യാനൊക്കെ നമ്മൾ ഈ പറയുന്ന കാര്യം ഉണ്ടല്ലോ, നമ്മൾ അതിനെല്ലാം നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിൽ നോക്കുന്ന ഈ ഡിസൈൻ, മൈക്രോസോഫ്റ്റ് ഡിസൈനറും അതുപോലെ തന്നെ പോസ്റ്ററുമായി വാളും ഒക്കെയാണ് അതിന് ഏറ്റവും യോജിച്ച സാധനങ്ങൾ. പക്ഷെ ഇത് നമ്മൾ ചെയ്ത് നോക്കുക. അപ്പൊ ഇന്നലെ ഒരു കാര്യം പറഞ്ഞു, വിവാവാപ്യം ഓർമ്മയുണ്ടോ? ഉള്ളത് വെച്ച് സ്റ്റാർട്ട് ചെയ്യുമെങ്കിൽ മാത്രമേ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുള്ളൂ. ഇത് വെച്ച് നോക്കുമ്പോൾ അടുത്ത ഇതിനേക്കാളും കുറച്ചുകൂടി മെച്ചപ്പെട്ട സാധനം. ഞാൻ മുമ്പ് ഈ പരിസ്ഥിതി ബോധവൽക്കരണത്തിന് വേണ്ടി പോസ്റ്ററുകളൊക്കെ ചെയ്യുമായിരുന്നു മാനുവലായിട്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന സാധനങ്ങളൊക്കെ വെച്ച് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പെയിന്റ് വന്നു, മൈക്രോസോഫ്റ്റ് പെയിന്റിൽ ചെയ്തു. അതിനുശേഷം പെയിന്റ് വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞ് വേർഡ് വന്നു, അപ്പൊ വേർഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പവർ പോയിന്റ് ചെയ്തു, ഓറൽ ഡ്രൈവ് ചെയ്തു. അപ്പൊ ഈ ഓരോ ഘട്ടമായിട്ട് നമ്മൾ ചെയ്തു വന്നത് കൊണ്ടാണ് ഈ AI ഒക്കെ വന്ന സമയത്ത് തന്നെ എനിക്കത് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനും ഇങ്ങനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും ഒക്കെ പറ്റിയത്. അതുകൊണ്ട് നമ്മൾ ഓരോ ഘട്ടമായിട്ട് നോക്കി പോകുക. അപ്പൊ ഇത് നമുക്ക് ഇനിയിപ്പോ ഫ്ലയർ ചെയ്യാൻ പറ്റുന്ന വേറൊരു ആപ്പ് വരുമല്ലോ, അപ്പോഴും നമുക്ക് ഫ്ലയേഴ്സ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് നിൽക്കേണ്ട. ഇതിനകത്ത് നിങ്ങൾക്ക് എങ്ങനെ ഫ്ലയേഴ്സ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ബ്രോഷർ ചെയ്യാൻ പറ്റും, 2 പേജ് ബ്രോഷർ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നൊക്കെ നോക്കുക. ഓക്കെ. ഇനി നമ്മളെ പഴയ ആൾക്കാര് ഒന്നും പരിചയമൊന്നും പുതുക്കുന്നില്ല, എല്ലാരും ഒക്കെ ഒളിച്ചിരിക്കുന്നു എന്ന് തോന്നണേ. ഉണ്ട്, ആൾക്കാരെല്ലാം ഉണ്ട്. ഉണ്ട് സാർ, മിണ്ടാതിരിക്കുക. അതെ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഒന്ന് അവസാനിപ്പിച്ച് ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നമുക്കിനി വേഗത്തിൽ പോണം. ഇപ്പൊ ഒരു ദിവസം 2 ടൂളുകളാണ് ഞാൻ മറ്റേ നിർത്തിയത്.
പിന്നെ മെറ്റ എഐയില് അനിമേഷൻ കൂടി എടുത്തിരുന്നെങ്കിൽ നമുക്ക് ഇത് ഇത്രയും പൂർത്തിയാക്കാൻ പറ്റൂലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അത് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് വന്നത്. നമുക്കിനി അല്പം കൂടെ വേഗത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു ദിവസം നമുക്ക് 3 ടൂളുകളിലേക്ക് വരണം. അത് കഴിഞ്ഞ് 4, 5 അങ്ങനെ കൂടി പോകും. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കുറഞ്ഞത് 3 ടൂളുകളെങ്കിലും നമ്മൾ നോക്കണം. ഓക്കെ, ചോദിക്കുമോ എന്തെങ്കിലും? ഇല്ല സാർ, ക്ലിയറായി. എന്റെ സമാധാനത്തിന് വേണ്ടി ആരെങ്കിലും ഒരു ചോദ്യം ചോദിക്കും. അതെ 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 സാറേ, എല്ലാവർക്കും നമസ്കാരം. സജു സാറിന് പ്രത്യേകിച്ച് നമസ്കാരം. മെറ്റ എഐയുടെ വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാമിലേക്ക് മെറ്റ എഐ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതിനെ പറ്റിയുള്ള ക്ലാസ് ആയിരുന്നു. അത് ഇമേജ് അപ്ലോഡ് ചെയ്യുന്നതിനെ പറ്റിയും ഒക്കെ പറഞ്ഞു. ഒരു ഇമേജ് അത് എങ്ങനെ ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഉദാഹരണത്തിന് കാണിച്ചു തന്നത് നമ്മുടെ ക്ലാസ്സിൽ തന്നെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാറിന്റെ ഒരു ചിത്രം അപ്ലോഡ് ചെയ്തു, അത് കണ്ണട മാറ്റി അതിന്റെ കളർ ചേഞ്ച് ചെയ്തു, ഇങ്ങനെയൊക്കെയുള്ള ഇത് പറഞ്ഞു തന്നു. പിന്നെ അവിടെ അത് ആനിമേറ്റ് ചെയ്യാൻ കഴിയും എന്നതും ഒരു പുതിയ അറിവ് തന്നെയായിരുന്നു. പിന്നെ ഏറ്റവും രസകരമായിട്ട് വന്നത് chat.zai, അത് ചൈനയുടെ ടൂളാണ്. അത് ഏറ്റവും പുതിയ ഒരു AI ടൂളാണ്. അത് പവർ പോയിന്റ് എങ്ങനെ അത് പ്രസന്റ് ചെയ്യാൻ കഴിയുമെന്നതിനെ പറ്റി പറഞ്ഞു. പിന്നെ അത് മലയാളത്തിൽ ചെയ്യാം എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അതിന് ഉദാഹരണമായിട്ട് നമുക്ക് ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്ത് എടുക്കാനായിട്ട് കഴിഞ്ഞു. ഇതെല്ലാം PDF ഡൗൺലോഡ് ചെയ്യാം എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് എന്തുകൊണ്ടും വളരെ വിജ്ഞാനപ്രദമായിരുന്നു. വളരെ സിമ്പിളായിട്ട് സാർ അത് അവതരിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കൂടുതൽ സംശയങ്ങളില്ലാതെ അത് ഒരുപാട് ഹൃദ്യമായിരുന്നു. സന്തോഷം തന്നു, ഒരുപാട് സന്തോഷം. ഓക്കെ സാർ. പഴയ ആൾക്കാരിൽ ആരെങ്കിലും ഒരാളോട് പറയണം സാർ. മഹേഷ് സാറേ, പഴയ ബാച്ചില ഞാൻ പറയാം സാറേ. ഞാൻ രാധാദേവി. അമേരിക്കയിൽ നിന്ന് തിരിച്ചു വന്നു. വന്നു. ഞാൻ പറയട്ടെ. ഇന്ന് എനിക്ക് വളരെ ഉപകാരപ്രദമായ ഒരു ക്ലാസ് ആണ്. കാരണം ഞാനൊരു ട്രെയിനറാണ്. അപ്പൊ PPT തയ്യാറാക്കാനും അത് മലയാളത്തിൽ തയ്യാറാക്കാനും ഒരു വളരെ അത്ഭുതകരമായ ഈ ഒരു chat.z.ai എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. ഒരു ചൈന ആപ്പ് ഇത്രയും നന്നായി നല്ല മലയാളത്തില് നല്ല ഭാഷയില് PPT തയ്യാറാക്കി തരുന്നെന്ന് പറഞ്ഞപ്പോൾ അത് വളരെ ഉപകാരപ്രദമാണ്. പിന്നെ ഇത് രണ്ടും പോസ്റ്റർ തയ്യാറാക്കുന്നത് വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ് പല കാര്യങ്ങൾക്കും. അപ്പൊ ഇത് രണ്ടും ചെയ്തു തരാൻ പറ്റുന്ന ഒരു ChatGPT-യെക്കാട്ടിലും ഫ്രീ ആയിട്ട് ചെയ്യാവുന്ന അത് പരിചയപ്പെടുത്തിയതിന് ഒരുപാട് സന്തോഷം തോന്നി. അതുപോലെ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്കിപ്പോ PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞത് പിന്നെ ഒരുപാട് സന്തോഷം തോന്നി. ഇതൊരു നല്ലൊരു ആപ്പാണ്. കാലം ഇത്രയേറെ പുരോഗമിച്ചല്ലോ എന്ന് അത്ഭുതത്തോടെ ചിന്തിക്കുകയായിരുന്നു ഞാൻ. ഇപ്പൊ പഴയ പോലെയുള്ള പ്രയാസങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ നമുക്ക് ഇന്ന് പറഞ്ഞതെല്ലാം തന്നെ വലിയ പ്രയോജനമാണ്. കാരണം ബർത്ത്ഡേ കാർഡൊക്കെ നമുക്ക് തന്നെ തയ്യാറാക്കി കൊടുക്കാനും ഒക്കെ സാധിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ദിവസം ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതെല്ലാം അതുപോലെ നമ്മുടെ ഫോട്ടോ അപ്ഡേറ്റ് ചെയ്യാനും കണ്ണട ഇല്ലാതെ കാണിച്ചതും ഒക്കെ എല്ലാം നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു. ഇതൊക്കെ ഒന്നും അറിഞ്ഞില്ല, ഭയങ്കര നഷ്ടമാണ് എന്നെനിക്ക് തോന്നി. ഒരുപാട് സന്തോഷം സാർ, ഒരുപാട് സന്തോഷം എല്ലാവർക്കും. ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ച ശാന്തിഗ്രാം പങ്കേഷ് സാറിനും രാംകിരൺ സാറിനും സാജു സാറിനും എല്ലാം. സാജു സാറിന്റെ ക്ലാസ് ആണ് എന്നെ നല്ല ക്ലാസ്സാണ്, നല്ല രസമാണ് കേൾക്കാനും, ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് പേരോട് പറയുന്നുണ്ട്, ഓരോരുത്തരെ ഓരോ ക്ലാസ്സിലെങ്കിലും ഞാൻ കയറ്റി വിടുന്നുണ്ട്. താങ്ക് യു സാർ, താങ്ക് യു. ഓക്കെ.
അത് അറിഞ്ഞില്ലല്ലോ സാറേ, അറിഞ്ഞില്ല. അതാരും അറിഞ്ഞില്ല സാറേ. ഇല്ല, ഞങ്ങളുടെ ഒന്നും ഗ്രൂപ്പിൽ വന്നില്ല. ഇന്നൊരു ഗ്രൂപ്പിൽ ചേർത്തിട്ടുണ്ട്, അതായിരിക്കും. അല്ല അത് വേറെ. എന്നാ ഞങ്ങളൊന്നും ആക്കിയിട്ടില്ല. അല്ല അങ്ങനെ ആക്കിയിട്ടുണ്ട്. അങ്ങനെ ആക്കിയത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇന്ന് കയറാൻ പറ്റിയത്, അല്ലെങ്കിൽ അറിയില്ല. അല്ല സാറേ, ഇത് ഞാൻ പഴയ ഞാൻ 3rd ബാച്ച് ആയിരുന്നു, അതിനകത്ത് കണ്ടതിൽ കൂടാ ഞാൻ കേറിയത്. അതെയോ? സാർ അല്ല അത് അതിനെപ്പറ്റി ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് സാറേ, ഇംഗ്ലീഷ് ക്ലാസ്സിനെ പറ്റി. അത് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സാണ് സാർ. അയ്യോ, അറിഞ്ഞില്ല സാറേ. സാർ ആ ഫോളോ അപ്പ് ക്ലാസ്സിൽ ഒന്ന് ഇട്ടേക്കാവോ ഗ്രൂപ്പില്? ഇപ്പൊ പുതിയ ബാച്ചിനൊന്നും പറ്റൂല സാറേ. ഞങ്ങളിപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന ബാച്ചിനൊന്നും ഇംഗ്ലീഷ് ക്ലാസ് പറ്റൂല. അല്ല, പറ്റാത്തന്നല്ല, കേറാൻ പറ്റൂല എന്ന് ചോദിച്ചാ. അതിന്റെ ലിങ്ക് രാധ ടീച്ചറിന് അതിന്റെ ലിങ്ക് കൊടുക്കണേ. കൊടുക്കാം. ശനി ഞായർ ദിവസങ്ങളിൽ ടീച്ചർക്ക് അറിയാം, ലിങ്ക് ഇട്ടുതരാം. ഓക്കെ സാർ, താങ്ക് യു. ശരി, ഓക്കെ, എല്ലാവർക്കും നന്ദി. താങ്ക് യു. ഓക്കെ, ഓക്കെ സാർ, ഗുഡ് നൈറ്റ്. താങ്ക് യു, ഗുഡ് നൈറ്റ്. താങ്ക് യു സാർ. താങ്ക് യു, ഗുഡ് നൈറ്റ്. താങ്ക് യു.